മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com. கற்றது கைமண்ணளவு கல்லாதது உலகளவு ഒരു തമിഴ് അറുമயான പഴമൊഴി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാം കൂടിയുള്ള അറിവ് എന്ന് പറയുന്നത് ഈ കൈപ്പിടി മണ്ണിന്റെ അത്രയേ ഉള്ളൂ. എന്നാൽ അറിയാനുള്ളതോ ഒരു പ്രപഞ്ചത്തോളം വരും. ഈ പ്രപഞ്ചത്തിലെ 4% കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. ബാക്കി 96% നമുക്ക് അജ്ഞാതമാണ്. അപ്പൊ ഇനിയും നമ്മൾ ഒരുപാട് പതിറ്റാണ്ടുകൾ നീളുന്ന ഗവേഷണം നടത്തിയാലേ ഈ അറിവൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. അപ്പൊ ഈ അറിവിന്റെ മഹാവേദിയിലേക്ക്, ഈ ബ്രഹ്മാണ്ഡ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യു ആർ വെൽക്കം ടു കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. വിജ്ഞാനത്തിന്റെ ഈ ഐശ്വര്യം തുളുമ്പുന്ന വേദിയിൽ ആരാണ് ആദ്യം വരുന്നത്? പ്രൊഫൈൽ നോക്കൂ. കാലപ്രവാഹത്തിൽ ഒഴുകിയെത്തിയ ഉരുളൻകല്ലുകൾ കഥ പറയുന്ന കല്ലാറിന്റെ തീരത്തു നിന്നാണ് അറിവിന്റെ സുഖശീതളമായ തെളിനീര് തേടി അഭിമന്യുവിന്റെ യാത്ര. മലയും പുഴയും കാടും കരവിരുതോടെ കാഴ്ചകൾ ഒരുക്കുന്ന വിതുര എന്ന ഗ്രാമത്തിൽ നിന്നാണ് വിദ്യാഭ്യാസ യാത്രയുടെ തുടക്കം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ ചരിത്ര വിദ്യാർത്ഥിയായ ശേഷം വീണ്ടും എത്തുമ്പോഴും സ്കൂൾ മുറ്റത്ത് അഭിമന്യു അപരിചിതനാകുന്നില്ല. അധ്യാപകരുടെ ആശംസകളും അനുഗ്രഹങ്ങളും ഇപ്പോഴും ഈ മിടുക്കനായ വിദ്യാർത്ഥിയുടെ കൂട്ടിനുണ്ട്. കൂലിപ്പണിയിൽ കുടുംബത്തിന്റെ വരുമാനമാർഗം കണ്ടെത്തിയ അജികുമാറിന്റെയും സിനിയുടെയും മകൻ സഹോദരിമാരായ ആതിരയ്ക്കും അശ്വതിക്കുമൊപ്പം കൂട്ടുചേരുമ്പോൾ ഇരട്ടക്കുട്ടികളുടെ ചേട്ടനാണ്. വീട്ടങ്കണങ്ങൾ വിരുന്നൊരുക്കുന്ന തനി നാടൻ കുടുംബാന്തരീക്ഷത്തിന്റെ നിഷ്കളങ്കത അഭിമന്യുവിന്റെ ജീവിതത്തിലും നിറയുന്നു. പുസ്തകങ്ങൾ മാത്രമല്ല, പുരസ്കാരങ്ങളും അഭിമന്യുവിന് അംഗീകാരത്തിളക്കമേകി വീടിന്റെ അകത്തളങ്ങളിലുണ്ട്. തൊഴിൽ രഹിതനായ വിദ്യാസമ്പന്നനെന്ന നിലയിൽ സ്വയം ഒതുങ്ങിക്കൂടാതെ നാട്ടിലെ തൊഴിലാളി വർഗത്തിന്റെ സൗഹൃദ സംഗമങ്ങളിൽ ഒത്തുചേരാനാണ് ഒഴിവു സമയങ്ങളിൽ അഭിമന്യുവിന് ഏറെ ഇഷ്ടം. കല്ലാറിന്റെ തീരത്തു നിന്നും അറിവിന്റെ ഭൂഗോളങ്ങൾ തേടിയുള്ള വായനയുടെ യാത്രയിൽ ഈ ഗ്രന്ഥശാലയും അഭിമന്യുവിന്റെ പിൻബലമാകുന്നു. വിതുരയിലെ ചായം ഗ്രാമത്തിൽ നിന്നും പ്രതീക്ഷകളുടെ 1 കോടിയിലേക്ക് സ്വപ്നങ്ങൾ ചായം പൂശിയ യുവത്വവുമായി അഭിമാനത്തോടെ അഭിമന്യു വരുന്നു. തിരുവനന്തപുരത്തെ വിതുരയിൽ നിന്ന് അഭിമന്യു. മുഴുവൻ പേര് അഭിമന്യു AS എന്നാണ് ഇൻഷ്യൽ. പിന്നെ ജാലാന്ന് കൂടെ ചേർത്തിട്ടുണ്ട്. എന്തിനാ വേണ്ടാത്ത കൂടെ ചേർക്കുന്നത്? എന്താ ചെയ്യാ, എഴുതാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ജാല എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? ജാല നമ്മളിപ്പോ ഈ ലോകത്തെന്ന് പറഞ്ഞ സർവവും ജാലമാണ്. കാരണം എല്ലാം ഒരു മായികതയാണ്. ഈ മായികതയിൽ എല്ലാം ജാലമാണ്. എല്ലാം ജാലം, മായാജാലം മുനിമാരൊക്കെ പറഞ്ഞു. അത് തന്നെയാണ്. അപ്പൊ മനുഷ്യന്മാരിൽ എല്ലാരിലും ഒരു ജാലമുണ്ട്. അപ്പോ ആ ഒരു ഇതാണ് ജാല. അപ്പൊ ഇൻഷ്യൽസ് പറയാറുണ്ടോ? ഇൻഷ്യല് നമ്മളിപ്പോ എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? അഭിമന്യു AS. ഈ A ആരാണ്, S ആരാണ്? A അജികുമാർ, S സിനി. അച്ഛന്റെ അമ്മയുടെയും ഇനിഷ്യൽ ചേർത്തിട്ടിരിക്കുക. അച്ഛനും അമ്മയും ഒരു നമസ്കാരം അല്ലേ? അഭിമന്യു എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാനിപ്പോ പാലക്കാട് വിക്ടോറിയ കോളേജിൽ 3ാം വർഷ ചരിത്രം വിദ്യാർത്ഥിയാണ്. ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരധർമ്മം ഇപ്പൊ പഠിക്കുന്നില്ലയോ? പൗരധർമ്മം നമുക്ക് ഉണ്ടല്ലോ. ഇതുവരെ ഇന്ന് പാലക്കാട് എത്താൻ കാര്യം? പല എൻട്രൻസുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്തു പോകാനൊരു മടി. അങ്ങനെ എന്നാ തിരുവനന്തപുരത്ത് നിൽക്കാനും വയ്യ. അപ്പൊ അതുകൊണ്ട്
പാലക്കാടേക്ക് വിട്ടു. നന്നായി. വിക്ടോറിയ കോളേജ് വലിയ പൈതൃകവും പാരമ്പര്യമുള്ള ഒരു കോളേജാണ്. ആ കലാലയത്തിൽ പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു പഠിപ്പിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, താങ്കളുടെ ഊഷ്മാവ് നമുക്കൊന്ന് അളക്കാം. കോവിഡ് കാലമല്ലേ, മാത്രമല്ല മറ്റവൻ വരുന്നു എന്ന് പറഞ്ഞു, 3ാം വരവ് ഒക്ടോബറിൽ ഉണ്ടെന്നാ ഇപ്പൊ പറയുന്നത്. വേഗം അളന്നു. 36.72. വെറും നോർമൽ. നോർമലാ. അഭിമന്യു ആ കോളേജിൽ ചേർന്നതിന് ശേഷം ആ കോളേജിലുണ്ടായ നാശം എന്താണ്? കാര്യമായിട്ട് നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നന്നായോ കോളേജ്? നന്നായി. അഭിമന്യു വരാനിരുന്ന കോളേജ് നന്നാവൻ അല്ലേ? ഓക്കെ. ഈ ചരിത്രമൊക്കെ പഠിച്ചിട്ട് എന്നാ പരിപാടിയാ? എന്താ പ്രയോജനം? ഒരു മനുഷ്യന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രം പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഭാവിയിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചരിത്രം അറിഞ്ഞിരിക്കണം. അഭിമന്യു മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടാവൂല, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ? എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ. എനിക്ക് മനസ്സിലായി. ആളിനെ കണ്ടപ്പോഴേക്കും സിംഗുലറിൽ ഇതും പോകത്തില്ല, പ്ലൂറൽ തന്നെ മൊത്തം പ്ലൂറൽ അല്ലേ? അപ്പോ അഭിമന്യുന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്തോ സ്വപ്നങ്ങൾ? മുൻഗണനാക്രമത്തിലിട്ടോ? മുൻഗണനാക്രമത്തില് ഇട്ടിട്ടില്ല, പക്ഷെ ഇടേണ്ടിയിരിക്കുന്നു. മിക്കവാറും ഇടും അല്ലേ? അപ്പൊ ആദ്യത്തെ, അതായത് പ്രഥമ പരിഗണന അർഹിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഈ സ്വപ്നം ഏതാണ്? വാട്ട് ഈസ് യുവർ ഇമ്പോർട്ടന്റ് ഡ്രീം? ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് സിവിൽ സർവീസ് എഴുതുക എന്നുള്ളത്. സിവിൽ സർവീസ് എഴുതിയാൽ മതി, ജയിക്കണ്ടേ? ജയിക്കുക എന്നുള്ളത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക, നമ്മൾ പൊരുതുക, നമ്മൾ പരിശ്രമം ചെയ്യുക. റിസൾട്ട് എന്തായാലും പ്രശ്നമില്ല, പക്ഷെ എഴുതുക എന്നുള്ളത് തന്നെയാണ് എന്റെ. അതിനാണോ ചരിത്രം എടുത്തത്? ഒരു പരിധി വരെ അങ്ങനെയും പറയാം. ചരിത്രം എടുത്തതിന് പിന്നിലുള്ള മറ്റൊരു റീസൺ അത് തന്നെയാണ്. ഈ എന്നെ ചരിത്രം പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു കേട്ടോ. ആ സാറ് ദിവാര സാർ എന്ന് പറയും. അദ്ദേഹം വലിയ മീശയൊക്കെ വെച്ച ക്ലാസ്സിൽ വരുന്നത്, പ്രീ ഡിഗ്രിക്കായിരുന്നു. അദ്ദേഹം അലാവുദ്ദീൻ ഖിൽജി പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത്. കാര്യം അറിയോ? പുള്ളി ഇങ്ങനെ വന്ന് നിന്നിട്ട് അലാവുദ്ദീൻ ഖിൽജി വാസ് വെരി ക്രൂഡ്, ഷ്രൂഡ്, ക്രൂക്കഡ്, കണ്ണിങ് ആൻഡ് ട്രച്ചറസ്. ട്രച്ചറസ് എന്ന് പറയുമ്പോഴേ പുള്ളി മനുഷ്യനാവും. ആ സാറ് പഠിപ്പിച്ച അലാവുദ്ദീൻ ഖിൽജി ഉണ്ടല്ലോ, അങ്ങനെ പഠിപ്പിച്ച കാരണം ജീവിതത്തിൽ ഞാൻ അലാവുദ്ദീൻ ഖിൽജിയെ മറന്നിട്ടില്ല. വീട്ടുകാരെന്ന് പരിചയപ്പെടുത്തു. അച്ഛന്റെ പേര് അജികുമാർ. അങ്ങ് എന്ത് ചെയ്യുന്നു? ഇനി ബാക്കി അച്ഛൻ പറഞ്ഞോളൂ. എനിക്ക് റബ്ബർ ടാപ്പിംഗ് ആണ്. എവിടെയാണ്? പാലക്കാട്ട്. ഞാൻ തിരുവനന്തപുരം. താങ്കൾ വിതുരയിൽ തന്നെ ഉണ്ടല്ലേ? അപ്പൊ ഇവനെ മാത്രമേ അങ്ങോട്ട് അയച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോഴേ ടാപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടോ? സാഹചര്യം ഉണ്ടോ? സാഹചര്യം കുറവാണ്, മഴയാണ്. ആരോ പറയുന്നത് കേട്ടു ഇനി അടുത്ത മാസമൊക്കെ കഴിഞ്ഞാൽ ഈ റബ്ബറിന് വില കൂടുന്നു. അങ്ങനെ വല്ല സംഭവം ഉണ്ട്? വില കൂടി തുടങ്ങി സാർ. തുടങ്ങിയല്ലേ? ഇപ്പൊ എത്ര രൂപയ്ക്കുണ്ട് ഒരു കിലോയ്ക്ക്? 170 രൂപ. 170 വരെയായി അല്ലേ? അപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായോ വില പെട്ടെന്ന് കൂടാൻ? അത് ഇപ്പൊ കുറവാണ്, ഷോർട്ടേജ് ആണ്, സാധനമില്ല, ടാപ്പിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് ഈ ടാപ്പിംഗ് കത്തിയോടാണോ ഏറ്റവും പ്രണയം? അല്ല, എല്ലാത്തിനും ഉണ്ട്. അമ്മയുടെ കാര്യം പറഞ്ഞില്ല. എന്റെ പേര് സിനി. ഞാൻ ഹൗസ് വൈഫാണ്. ഇദ്ദേഹത്തെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. മകനെ കൊണ്ടും പ്രശ്നമില്ല. എത്ര മക്കളാണ്? 3 മക്കള്. 3 മക്കൾ. അവർ മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? അവര് ഇപ്പൊ +2 പഠിക്കണ ട്വിൻസ് ആണ്, പെൺപിള്ളേരാണ്. അപ്പൊ ഇവനാണ് ഏക ആൺതരി അഭിമന്യു. പേര് തന്നെ നിങ്ങൾ ആലോചിച്ചിട്ടാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ താങ്കൾ അബിന്റെ കൂട്ടുകാരനാണ്. പാലക്കാട് വിക്ടോറിയയിൽ നിന്നാണോ? വിക്ടോറിയയിലാണ്. ക്ലാസ്സിലാണോ? നിങ്ങൾ ക്ലാസ്സിലാണോ? അല്ല, ഞാൻ ഫിസിക്സാ. അതെങ്ങനെ ഫിസിക്സുകാരൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടു? ഹോസ്റ്റലിന് പരിചയപ്പെട്ടു. ഹോസ്റ്റൽ മേറ്റ്സ് ആണ്. ഓക്കെ. എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ ഹോസ്റ്റലില്? ആളുഷാറാണ്. ഹോസ്റ്റലിൽ വൈബ് ഉണ്ടാക്കുന്ന പ്രധാന കക്ഷിയാണ്. പേരെന്താ പറഞ്ഞേ? എന്റെ ഒരു ഷാനിഫ്. ഷാനിഫിന്റെ വീട് എവിടെയാ? ഞാൻ മലപ്പുറം മേലാറ്റൂർ. അപ്പൊ താങ്കൾക്ക് സിവിൽ സർവീസ് കിട്ടട്ടെ, താങ്കൾ കൊടിവെച്ച കാറിലൂടെ പറക്കട്ടെ. എനിക്ക് ഈ ഒരു സ്വപ്നം മാത്രമല്ല, എനിക്ക് ഇപ്പോ സാറിനെ പോലെ നല്ലൊരു ജേർണലിസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ നല്ല ജേർണലിസ്റ്റ്. താങ്കൾ താരാ പറഞ്ഞു? അല്ല, പൊതുവെ അങ്ങനെയല്ല, പൊതുവെ ഞങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ള അങ്ങനെയാണ്. അതാണ്, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അത്ര തോന്നിയിട്ടില്ല. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി. താമസല്ലോ സുഖപ്രദം. ആരാ പറഞ്ഞത്? അത് അക്കിത്തം. നന്നായി. അപ്പോ അക്കിത്തം ഈയിടയ്ക്ക് മരിച്ചു. നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട കവിയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആകാശവാണി. ആ കൂടല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിനും ഉണ്ട് ഒരു പ്രത്യേകത. ആ നാട്ടിൽ 2 പേർക്ക് ഞാൻ ആർക്കാ മറ്റേത്? MT വാസുദേവൻ. ഇത് ഭയങ്കര കേസാട്ടോ. താങ്കൾ പറഞ്ഞോലല്ല, എല്ലാം അറിയാം. ഇല്ല, എനിക്ക് അപ്പോ താങ്കൾ ധൈര്യമായിട്ട് റബ്ബർ വെട്ടിക്കോളൂ, ഇവൻ അവിടെ എത്തും. ഒരു ദിവസം റബ്ബർ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അച്ഛനെ വിളിച്ചു, അച്ഛാ ഐ ഗോട്ട് IAS. അപ്പൊ അച്ഛൻ പറയും, മനസ്സിലായില്ല. അച്ഛാ ഞാൻ പരീക്ഷ ജയിച്ചു എന്ന് പറയണം. മാത്രമല്ല ആദ്യത്തെ 100 റാങ്കിനകത്ത് വന്ന് നീ ജില്ലാ കളക്ടർ ആവണം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ഇവനിൽ, ഈ അഭിമന്യുവില്? പാട്ട് പാടണത്. പാട്ട് പാടും? നീ പാട്ട് പാടൂ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഒന്ന് പാടി. തമ്പുരാൻ എഴുന്നള്ളി എന്ന് പറയുന്നത്. ഓക്കെ. ആര് പാടിയ പാട്ടത്? അത് ബാലേട്ടന്റെ പ്രേമ കവിത എന്ന് പറഞ്ഞ സാധനമാണ്. ശരി. നീ ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല. തമ്പൂരാൻ എഴുന്നള്ളി, തമ്പൂരാൻ എഴുന്നള്ളി,
കാവിൻ കോവിലകത്തിൻ പൂമുഖത്ത് കാലൊച്ച കേട്ട നേരം തമ്പൂരാൻ മെല്ലെ നോക്കി ആരില്ലെന്നുത്തരം ബാക്കിയായി. തമ്പൂരാൻ നടന്നതും ദിക്കുകൾ സാക്ഷിയായി. രാഗാർദ്രമായൊരു പൊൻകീലൂക്കം മണിനാദം കേട്ടു വീണ്ടും തമ്പൂരാൻ മെല്ലെ നോക്കി അങ്ങതായി മാനത്ത് തമ്പൂരാട്ടി. സൂപ്പർ അഭിമന്യു. ഈ ഈ ഈ സാധനം, ഈ കവിത ഇതിൽ നന്നായിട്ട് പാടുന്ന ഒരാളുണ്ടല്ലോ. ശ്രീകണ്ഠൻ നായർ സാറാണോ? ഞാനല്ല, ഇത് ഒറിജിനലി പാടിയിരിക്കുന്നവരാ? എനിക്കറിയില്ല. അതാരും അങ്ങനെ പാടിയിട്ടുണ്ട്. നീ മോശമല്ല, നീ ആള് സൂപ്പറാ. എന്നോട് ക്ഷമിക്കുക, ഒരു സെക്കൻഡ് നേരം നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നു. എനിക്കൊരു കാര്യം ചോദിക്കട്ടെ. അഭിമന്യു, എന്തോ? നീ 1ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ ശ്രമിച്ചോ? 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നീ ആ പെൺകുട്ടിയോട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു. അതും കഴിഞ്ഞു. അപ്പോ നിന്റെ ഫിലോസഫി എന്ന് പറഞ്ഞാല് ഒരുപാട് സെലക്ഷൻസിന്റെ ഇടയിൽ നിന്ന് ഒരു പ്രണയം തിരഞ്ഞെടുക്കരുത്. നീ ഒരുപാട് പേരെ പ്രണയിക്കും, അതിൽ നിന്ന് ഒരു പ്രണയം. ഇപ്പോ അറ്റ് പ്രസന്റ് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. ഞാൻ ഒരുപാട് പേരുടെ ഇടയിൽ നിന്നും ഒരാളെ സെലക്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരാളെ മാത്രമായിട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്തു. ഈ നല്ല സ്വഭാവം വീട്ടിൽ അറിഞ്ഞോ? അറിയാം. അമ്മയും അച്ഛനും കണ്ണു തുറക്കാൻ ഇനി. കുട്ടേട്ട പറയൂ. കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഇതാണ് കുട്ടേട്ടൻ. ക്രോണിക് ബാച്ചലർ ആണ്. 1 മാസമേ പ്രായമുള്ളൂ. ഹായ് കേരളേ. ഇപ്പൊ 1.5 ആയില്ലേ? 1.5 മാസമായി. അഭിമന്യുവിന്റെ പേര് അഭിമന്യു എന്നാണെങ്കിലും താങ്കൾക്ക് ശ്രീകൃഷ്ണന്റെ സ്വഭാവമാണ്. ശ്രീകൃഷ്ണൻ നല്ല ആളല്ലേ? ബോസ്, ഒരു കാര്യം കൂടി. ഈ ചെറുപ്പക്കാരൻ ഇത്രയും നാൾക്കുള്ളിൽ 55 പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട്. ഓരോ കണക്ക് ഇല്ല. അതാ അച്ഛൻ ബോധം കെട്ട് തറ വീഴാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? അച്ഛൻ എങ്ങനെ? അച്ഛൻ ധൈര്യശാലിയാണോ? അച്ഛൻ ഭയങ്കര ധൈര്യം. ബോൾഡാണോ അച്ഛൻ? ധൈര്യശാലി. അമ്മയോ? എന്നൊക്കെയാണ് പറയുന്നത്. അമ്മ കരുത്തിയാണെന്നാണ് പറയുന്നത്. അല്ല, അമ്മ അത്ര ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ചില അമ്മ ധൈര്യമായിട്ട് ഒരു കാര്യം വിശ്വസിച്ചോണം. ഇങ്ങനൊക്കെ നടക്കുന്ന പിള്ളേര് ചരിത്രം ഉണ്ടാവും. ഇവരൊക്കെ ആയിരിക്കും ചരിത്രം. അല്ലാതെ എപ്പോഴും പുസ്തകം വായിച്ച് പഠിച്ച് കേട്ടോ കാണാതെയൊക്കെ പഠിച്ചു പോയി പരീക്ഷ എഴുതിയ പിള്ളേരൊന്നും രക്ഷപ്പെടില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇങ്ങനെ നടക്കുകയാണ്. മനസ്സിലായി? ഇതൊക്കെ എവിടെങ്കിലും എത്തിച്ചേരും കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഒരു തീരുമാനം എടുക്കണം. അതായത് 1 കോടിക്ക് നേരിട്ട് കളിക്കണോ, 10,000, 20,000, 30,000, 40,000 വെച്ച് കളിക്കണോ? 1 കോടിക്ക് നേരിട്ട് കളിച്ച് 2-3 പേര് അടിതെറ്റി വീണായിരുന്നു. 10 ചോദ്യങ്ങളിലൂടെ 1 കോടി, 20 ചോദ്യങ്ങളിലൂടെ 1 കോടി. അപ്പൊ നമുക്ക് ഏതായാലും പ്രശ്നമില്ല. പക്ഷേ അത് അഭിമന്യു പറയണം. പതുക്കെ പോകണമെന്ന് തന്നെയാണ്. എനിക്ക് ആക്രാന്തമുള്ളവനാണ്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് അർത്ഥമില്ല. കാരണം സാറിനെ പോലെ ഒരാളിനെ മുമ്പിൽ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനല്ലേ നമ്മള് കൂടുതൽ പേര് നോക്കുക, അല്ലെങ്കിൽ സംസാരിക്കാൻ. എന്നാലും നമ്മള് അങ്ങനെയല്ലല്ലോ. അപ്പൊ കുറെ നേരം സംസാരിക്കണം എന്നാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് ആദ്യം മുതൽ കളിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്കിപ്പോ എന്ത് ആയാലും പ്രശ്നമില്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം നേടാനേ ഉള്ളൂ. നന്നായി, നിനക്ക് നിന്റെ ചിന്താഗതി കൊള്ളാം. ഇനിയിപ്പോ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുക. ടെൻഷൻ ഉണ്ടോ? ഇതുവരെ ഇല്ല. ടെൻഷൻ. വെള്ളം കുടിക്കണോ? കുടിച്ചാ നന്നാവും. പാല് കിട്ടും. പാല് കിട്ടും. വെച്ചൂർ പശുവിന്റെ ശുദ്ധമായ പാല്. അത് മതി. മതിയല്ലോ. കുഞ്ഞിരാമ, വെച്ചൂർ പാല്. താങ്ക് യു കുഞ്ഞിരാമ. താങ്ക് യു. അഭിമന്യു, ചക്രവ്യൂഹത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ നെഞ്ചിടിപ്പ് ഒന്ന് പരിശോധിക്കാം. ആരെവിടെ? ഹാർട്ട് ബീറ്റ്. 107. ജീവിതത്തിൽ ആദ്യ സംഭവമായിരിക്കും അല്ലേ? ഇത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഒന്നാമത് കുട്ടേട്ടന് മുമ്പിൽ നിന്ന് ഹാർട്ട് ബീറ്റ് കൂടി പോകും. അങ്ങനെ കുട്ടേട്ടാ 107 കുഴപ്പമില്ലല്ലോ? ബോസ്, 107 കുഴപ്പമില്ല. പക്ഷേ ഇനിയും കൂടാനാണ് സാധ്യത. കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ പക്ഷെ നമ്മളത് കുറയ്ക്കും. അതിന് കുറയ്ക്കാനുള്ള ലൈറ്റിംഗ് സംവിധാനം ഒക്കെ ഇവിടെ ഉണ്ട്. പേടിക്കണ്ട. അഭിമന്യുവിന് ഭയമുള്ള ആളാണോ? ഇല്ല, എനിക്ക് തീരെ പേടിയില്ല. അതെന്താ പേടിക്കാത്തത്? പേടി എന്നുള്ളൊരു വികാരത്തെ ഇഷ്ടപ്പെടുന്നില്ലേ? നമ്മള് പേടിച്ചു കഴിഞ്ഞാൽ തോക്കും.
ആണോ? അച്ഛൻ തല്ലിയിട്ടുണ്ടോ? റബ്ബർ ടാപ്പിംഗ് കത്തി കൊണ്ട്? ഇല്ല, റബ്ബർ ടാപ്പിംഗ് കത്തി കൊണ്ടൊന്നും തല്ലിയിട്ടില്ല. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് തല്ലിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ റോഡിൽ പോകുന്ന ആൾക്കാരെയൊക്കെ തെറി വിളിക്കായിരുന്നു. അരെ കുഞ്ഞായിരുന്നപ്പോ അഭിമന്യു ഞാൻ നല്ല സ്വഭാവം, അല്ല ബെസ്റ്റ് ഫാമിലി. എന്താ ചെയ്യാ? അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ അങ്ങനെ അത് എത്ര വയസ്സിലായി ഈ സംഭവം? ഈ റോഡിൽ പോകുന്ന ആൾക്കാരെ തെറി വിളിക്കുന്നത്? വളരെ ചെറുതില്ലേ. ചെറുതിലെ എത്ര വയസ്സ് വരെ നിലനിർത്തി നല്ല ഗുണം? 7 വയസ്സ്. 7 വയസ്സ് വരെ നാട്ടുകാർ നിർത്തിച്ചതാ? 7 വയസ്സ് വരെ ഇങ്ങനെ ആയിരുന്നു അല്ലേ? ഇല്ലാത്ത പരിപാടികളൊന്നും നല്ല സൂപ്പർ തെറി തന്നെ വിളിക്കുമായിരുന്നു. ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല, കൊച്ചാകൊണ്ടാരും ഇത്രയും വിജ്ഞാനം അവന് എവിടുന്ന് ലഭിച്ചു ആ പ്രായത്തില്? എവിടുന്നാണെന്ന് ഒരു പിടിയില്ല സർ. ഞങ്ങളാരും വീട്ടിൽ നിങ്ങളാരും അങ്ങനെ സംസാരിക്കാറില്ല. അപ്പൊ ആരെങ്കിലും ഒരു ഗുരു അവിടെ ഉണ്ടാവും, ഒരു ലോക്കൽ ഗുരു. അങ്ങനെ ആയിരിക്കും, നമ്മളറിയാത്തൊരു ഗുരു ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഇത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു സൂത്ര കഥ പറഞ്ഞുതരാം. ഒരു പയ്യൻസ്, അവന് ആകെ 6 വയസ്സേ ഉള്ളൂ പ്രായം. അവനെ ഈ റോഡിൽ പോകുന്നവരെല്ലാം തെറി വിളിക്കും. അങ്ങനെ ഒരു അപ്പൂപ്പനെയും തെറി വിളിച്ചതുപോലെ. അത് ഭീകരമായ തെറി. അദ്ദേഹം പറഞ്ഞ പോലെ നല്ല സൂപ്പർ, നമുക്ക് കേട്ടാൽ അറപ്പ് തോന്നുന്ന തെറി. അപ്പൊ എന്താ തെറി? നല്ല പടുങ്കു പോലെ. എന്തറിയോ, നമ്മള് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആദരവ് തോന്നും. അത്ര ഈ നമ്മുടെ മുന്തിരിങ്ങാക്കോല കിടക്കുന്നവരുടെ തെറി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്ത് അവന് കൊടുക്കും. ഇത് കണ്ടെന്ന് ഒരാൾ ചോദിച്ചു, അപ്പൂപ്പൻ എന്ത് മണ്ടത്തരം കാണിച്ച് വിലക്കടല്ലേ ആ പയ്യന് 10 രൂപ കൊടുത്തത്, തെറി വിളിച്ചതിന് 10 രൂപ കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം അപ്പൂപ്പൻ ഒരു ചിരിയും ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിട്ട് അപ്പൂപ്പൻ പറഞ്ഞെന്താ അറിയോ? ഇവൻ 100 രൂപ കിട്ടാൻ വേണ്ടി വേറെ ആരെങ്കിലും ഇതിനും വലിയ തെറി വിളിക്കും, അവര് കൊടുത്തോളൂ എന്നാ പറഞ്ഞു. അത്രേ ഉള്ളൂ. അഭിമന്യു അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലല്ലോ? ഞാൻ സാധാരണ കുഞ്ഞു തെറി കളിക്കാൻ വിളിച്ചു. അതേ ഉള്ളൂ. നന്നായി. അതൊക്കെ മനസ്സിൽ വെക്കണം. കാര്യം ഈ മലപ്പുറത്തുകാരനെയൊക്കെ അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യും? അതാണ്. ഓക്കെ, അതൊക്കെ വെച്ചോളൂ. ഹോസ്റ്റൽ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അകാല വാർത്തയ്ക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഈ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് 22 വയസ്സല്ലേ 18 വയസ്സൊക്കെ അല്ലേ? ആ വയസ്സിന്റെ അത് മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. ഈ അകാല വാർത്തയ്ക്ക് ചില പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. അങ്ങനെയാണോ? ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. ഓക്കെ, അപ്പൊ നമുക്ക് റെഡി. അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം, അഭിമന്യു സാർ, നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, മോണ്ടെ ശ്രദ്ധിച്ചോളൂ. ഏത് നൂറ്റാണ്ടിലാണ് AD 2022? ഓപ്ഷൻ എ 20-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ ബി 21-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ സി 22-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ ഡി 19-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ ഇ ഇതൊന്നുമല്ല. 5 ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരം? ശ്രദ്ധിച്ചു പറയണം. 10,000 രൂപയുടെ ചോദ്യമാണ്. 2022 AD, ഏത് നൂറ്റാണ്ടിലാണ് AD 2022? അതായത് അടുത്ത കൊല്ലം. അതെ സാർ, സംശയമൊന്നുമില്ല. ഓപ്ഷൻ ബി 21-ാം നൂറ്റാണ്ട്. 21-ാം നൂറ്റാണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചരിത്ര വിദ്യാർത്ഥിയാണ്. 22-ാം നൂറ്റാണ്ടല്ലേ? അല്ല, 22-ാം നൂറ്റാണ്ടല്ല. 20-ാം നൂറ്റാണ്ടാവില്ലേ? 2020 അത് ഒരിക്കലും അല്ല. അപ്പൊ 2021 ഏതാ? അപ്പോ 2021, അതായത് ഈ വർഷം 21-ാം നൂറ്റാണ്ട്. അതും 20-ാം നൂറ്റാണ്ടാണ്. ഒരു നൂറ്റാണ്ടെന്ന് അതെങ്ങനെ എല്ലാ വർഷവും ഒരേ നൂറ്റാണ്ടാവുന്നത്? അത് ഈ ഒരു നൂറ്റാണ്ടെന്ന് പറയുമ്പോ 100 വർഷല്ലേ, അതുകൊണ്ട്. അപ്പൊ താങ്കൾ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ശരി ഉത്തരമാണോ? ആണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി, അതായത് ഈ 2022 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്ന് പറഞ്ഞത്. എന്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? അതിനൊന്നും വായിക്കാൻ പറ്റില്ല, ചെറിയ കണ്ണ. എന്താ ചെയ്യാ? അപ്പോ നിർഭാഗ്യവശാൽ താങ്കൾ ആദ്യം തന്നെ പുറത്താകുന്നു എന്നുള്ള ഖേദകരമായ വാർത്തയും സന്തോഷവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം കുറച്ച് ഇങ്ങനെ ഒരു അടിപൊളി ഒരു പയ്യൻസിനെ മുന്നിൽ കിട്ടിയിട്ട് നമുക്ക്, കാര്യം എന്താ അറിയോ, എനിക്കെപ്പോഴും ഞാൻ പ്രായം കുറയ്ക്കുന്നത് പ്രായം വളരെ കുറഞ്ഞവരിലേക്ക് കടന്നു ചെന്നിട്ട് അവരുമായിട്ട് സംസാരിക്കും. നമുക്കുണ്ടല്ലോ അവരുടെ വാക്കുകള്, അവരുടെ വാചകങ്ങള്. നമ്മുടെ രണ്ടുപേരെയും മമ്മൂട്ടിയുടെയും ആ ഒരു യുവത്വം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മമ്മൂട്ടി നമ്മൾ രണ്ടുപേരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണല്ലോ. ഉത്തരം ശരിയാണ്. 21-ാം നൂറ്റാണ്ടാണ് 2022. അപ്പൊ ഇതറിയാമായിരുന്നു അല്ലേ? ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് തെറ്റിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച ദിവസം എന്നാ? ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച നിമിഷം, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെയും എന്റെ 2 അനിയത്തിമാരെയും ഇപ്പോ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ വായിക്കാനൊക്കെ പറയുക അച്ഛനാണ്. അപ്പൊ അച്ഛൻ ഞങ്ങളെ 3 പേരെയും ആ ഒരു 7-ൽ പഠിക്കുന്ന സമയത്ത് തന്നെ ലൈബ്രറിയിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അവിടെ അടുത്തൊരു സ്വദേശാഭിമാനി ഗ്രന്ഥശാലയുണ്ട്, മരുതുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതെ, ഞങ്ങൾ അവിടെ നിന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കാളും പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഒരു മത്സരത്തിന്, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മത്സരത്തിന്, ഒരു ജില്ലാതല മത്സരമായിരുന്നു. അതിനെനിക്ക് 1-ാം സ്ഥാനം കിട്ടി.
അപ്പോൾ അതുവരെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ സാധാരണ എല്ലാ ഇപ്പോൾ 3 മക്കളുടെ അടുത്ത് എങ്ങനെയാണോ അച്ഛനും അമ്മയും നിൽക്കുക ആ ഒരു രീതി തന്നെയായിരുന്നു. പ്രത്യേക പരിഗണന കിട്ടിയിരുന്നില്ല. പ്രത്യേക പരിഗണനയൊന്നുമില്ല. പക്ഷെ അന്ന് ആ മത്സരം ജയിച്ച സമയത്ത് ഞാൻ അവിടെ അല്ല അങ്ങനെയൊന്നുമല്ല. ഞാൻ കുളിക്കാനായിട്ട് പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അന്ന് കുഞ്ഞായിരുന്നു, ഇപ്പോഴും കുഞ്ഞാണ്, അന്നും കുഞ്ഞായിരുന്നു. അപ്പൊ കുഞ്ഞിരാമനാ. അതെ. അങ്ങനെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് തോളി തൂക്കി എടുത്തു 7ാം ക്ലാസ്സിൽ. അപ്പൊ വന്നിട്ട് പെട്ടെന്ന് മോനെന്നൊക്കെ വിളിച്ചു. അപ്പൊ ആദ്യമായിട്ടാ അങ്ങനെ വിളിക്കുന്നത്. അല്ലാണ്ട് ഭയങ്കര പ്രത്യേക സ്നേഹം. അതെ, നല്ല രസമാണ് അത് തന്നെയാണ്. അപ്പോ സംഭവം എനിക്കൊന്നും അറിയില്ല, എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പൊ അച്ഛനാണ് ആദ്യം ഈ കാര്യം അറിഞ്ഞത്. എത്ര ഡ്യൂറേഷൻ നിന്നു മോനെ? അത് എനിക്കത് ഒരു 2-3 ദിവസമൊക്കെ എനിക്ക് ഭയങ്കര നല്ല ഹാങ്ങോവറായി. എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരുന്നൊരു അവസ്ഥയാണ്. എപ്പോഴും ഞാൻ കരയാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കരയും, സന്തോഷമായാലും സങ്കടമായാലും. കണ്ണീർ ഗ്രന്ഥി ഉൽപാദനം നല്ല കൂടുതലാണ്. ഈ കരയുന്ന സ്വഭാവം നല്ലതാണ്. ആർദ്രതയുള്ള മനസ്സിനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കണ്ണീർ ഗ്രന്ഥി വറ്റിപ്പോയ ചില കശ്മലമാരാത്. അതുണ്ട്. അപ്പൊ അന്ന് സന്തോഷിച്ചു നല്ല. അപ്പൊ അച്ഛാ അന്നത്തെ ആ വിളി കൊണ്ട് ചെറുക്ക നേരെയായി കേട്ടോ. അപ്പൊ മക്കളെ കൂടെ ഇടക്കിടക്ക് വിളിക്കണം. അപ്പൊ അങ്ങെന്താ ഈ മോനെ എന്നുള്ള വിളി പൂഴ്ത്തി വെച്ചിരുന്നത്, അതുവരെ വിളിക്കാതിരുന്നത്? അല്ല, ഞാൻ പേരാണ് വിളിക്കുന്നത് എപ്പോഴും. അല്ല, മോനെ എന്ന് വിളിക്കണ്ടെന്ന് തോന്നിയത് എവനൊരു ജില്ലാ കോമ്പറ്റീഷൻ പോകേണ്ടി വന്നില്ലേ അച്ഛൻ മോനെ എന്ന് വിളിക്കാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ആ ഒരു മത്സരം ഒരു നിർണായക മത്സരമായിരുന്നു. അങ്ങ് ആളൊരു ടഫാണോ? അല്ല. മോശകോടൻ ഭർത്താവാണോ? അല്ല. ആ ഇരപ്പ് കണ്ടാ നമുക്ക് തോന്നും ആള് സീനാണ്, ടഫാണെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് തന്നെ എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്റെ അച്ഛൻ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണോ എന്ന് ചോദിക്കും. പക്ഷെ അച്ഛൻ എന്റെ അടുത്ത് അച്ഛനും ഞാനും തമ്മിലുള്ള ആ ഒരു ഞാനും അച്ഛനും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. എന്നാലേ കുട്ടികളുടെ മനസ്സിൽ എന്താ കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതിനോട് അമ്മ സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ? അമ്മയെ സ്ട്രിക്റ്റ് അല്ല. എപ്പോഴെങ്കിലും തവിക്കണ എടുത്ത് ചന്തി കടിക്കും, അതൊക്കെ ഉറപ്പ്. അതെല്ലാം എപ്പോഴും കിട്ടുമായിരുന്നു. പിന്നെ അതൊക്കെ അവിടെ മൊത്തം പാടാ. എനിക്ക് 18 വയസ്സിന് ശേഷമാണ് ഈ അടികിട്ടല് കുറഞ്ഞത് അമ്മേരെന്ന്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അമ്മയുടെ അടി കിട്ടുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഞാനും സ്കൂളിലൊക്കെ ഒരുമിച്ച് പോകുമ്പോ നമ്മൾ ഈ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കുറ്റം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നടന്നു പോവാ. നിങ്ങൾ ഗോസിപ്പ് പറയോ തമ്മിൽ? കുഴപ്പമില്ല. ശരിയല്ല. എന്തായാലും നമ്മളെ പുച്ഛത്തോട് നോക്കുന്ന ആൾക്കാർ നമ്മളും കുറച്ച് അതേപോലെ പുച്ഛത്തിലേക്ക് നോക്കും. ഈ പിള്ളേരൊക്കെ എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും, അച്ഛൻ അടിപൊളിയാണല്ലേ? ഞാൻ പറഞ്ഞു പിന്നെ അച്ഛന് ഞാൻ ഇടപെടാൻ എന്താണ് എന്നൊക്കെ പറയും. പറഞ്ഞു അച്ഛനിപ്പോ ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കുക. നാട്ടുകാരുടെ കുറ്റം മൊത്തം മോനോട് പറയുന്നത് അച്ഛനാന്ന് നാട്ടുകാർ സംശയിക്കും. സാർ, അത് ആ മത്സരത്തിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. 12 കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങളായിരുന്നു. 12 ONV സാർ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ജില്ലാതലത്തിൽ ചോദിച്ചത്. അങ്ങ് നന്നായിട്ട് വായിക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടിട്ട് നല്ല കാര്യം. എനിക്ക് വേണ്ടിട്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതായത് ഞാൻ കിടന്നുറങ്ങുമ്പോ അച്ഛൻ രാത്രി വരെയൊക്കെ ഇരുന്ന് പുസ്തകം വായിച്ചിട്ട് നോട്ടൊക്കെ എഴുതി തന്നിട്ട് പിറ്റേന്ന് രാവിലെ എന്റെ അടുത്ത് വായിക്കാനൊക്കെ പറയും. പരീക്ഷ എഴുതാനും അച്ഛനെ വിട്ടിട്ടുണ്ടോ? അത് ഇല്ല. നീ വേണേ അതും ആലോചിക്കും. അച്ഛാ ഞാൻ ഇവിടെ നിന്ന് വിലസ അച്ഛൻ പോയി പരീക്ഷ ജയിച്ചോ? ഞാനിങ്ങനെ ആലോചിക്കാറൊക്കെ. ഓക്കെ, എന്തായാലും അഭിമന്യു, നീ ഒരു അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, 20,000 രൂപയുടെ ചോദ്യമാണ്. 20,000 രൂപ അടുത്ത കാലത്ത് നേരിട്ട് കണ്ടിട്ടുണ്ടോ? കയ്യിലൊന്നും 20,000 ഒന്നും കണ്ടിട്ടില്ല. അച്ഛൻ്റെ വെച്ച് കണ്ടിട്ടുണ്ടോ? അച്ഛൻ എവിടെയെങ്കിലും ഒക്കെ എടുത്ത് വച്ചിക്കണ കാണാം. തരത്തില്ലല്ലേ? ഓക്കെ, മോണിറ്റർ വളരെ ശ്രദ്ധിക്കും. ബി സീരിയസ്. ചോദ്യത്തോട് നമ്മൾ തമാശ കാണിക്കാൻ പാടില്ല ഒരിക്കലും. ഇനി പറയുന്നതിൽ ഇംഗ്ലീഷ് പ്രഥമ ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ നാഗാലാൻഡ്, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഇ മഹാരാഷ്ട്ര. ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ നാഗാലാൻഡ്. ആലോചിക്കണോ? വേണ്ട സാർ, ഓപ്ഷൻ എ. സഹായം വല്ലതും തേടണോ? വേണ്ട, സഹായം വേണ്ട, നിലവിൽ വേണ്ട. നാഗന്മാരെ വിട്ട് നീ പെരുമാറാതെ സഹായം വേണം. എന്തായാലും സഹായം പിന്നീട് വേണ്ടി. നാഗാലാൻഡ് എവിടെയാ? നാഗാലാൻഡ് ഇന്ത്യന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. നോർത്ത് ഈസ്റ്റിലാണ്. അപ്പോ നാഗാലാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, നാഗാലാൻഡ് ആണ്. 20,000 മുഖപിടിച്ച് വീഴുമെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല സാർ, വീഴില്ല. വീഴാൻ പാടില്ല. ഇപ്പൊ വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് ഇഷ്ടമായി. അതാ ഞാൻ പറയുന്നത്. കാര്യം ഇങ്ങനെയുള്ള പിള്ളേരെ നമുക്ക് ഇഷ്ടം. അതെ, ഇപ്പൊ വീഴാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിനക്കൊന്നുകൂടെ ആലോചിക്കണോ? തീരെ വേണ്ട. പിന്നെ നിന്റെ തലയിലെടുത്ത് നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപയുടെ ചോദ്യം. നാഗാലാൻഡ് ആണ് ഇംഗ്ലീഷ് ഭാഷ പ്രഥമ ഭാഷയായിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനം. അരുണാചൽ പ്രദേശിലുണ്ടെന്ന് തോന്നുന്നു. അരുണാചൽ പ്രദേശിലുണ്ട്.
അവിടെ മണിപ്പൂർ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ കംപ്ലീറ്റ് ഒരു ഇംഗ്ലീഷ് കൾച്ചർ ഉണ്ട്. ആ തീർച്ചയായിട്ടും. നമ്മൾ ബ്രിട്ടീഷ് ആദ്യമായിട്ട് ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടോ? സാർ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓ, എനിക്ക് അവനോട് ചോദിച്ചിടേ നീ എന്താണ് ഇതൊക്കെ പഠിക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് ഇപ്പോ ഈ കൊറോണ കാരണം എക്സാം ഒന്നും നടക്കാതെ ആയി. എക്സാം നടക്കണ്ട, നമുക്ക് വായിച്ചു പഠിച്ചു. ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഹു ഈസ് മഹാത്മാ ഗാന്ധി എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഫാദർ ഓഫ് നേഷൻ. നിന്നെ നമിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ എന്റെ ചെലവില് നിന്നെ ഞാൻ പോർബന്തറിലായിരിക്കും. ഉറപ്പ്. എന്റെ സ്വന്തം ചെലവ്, കമ്പനി ചെലവൊന്നുമല്ല, എന്റെ സ്വന്തം ചെലവിൽ നിന്നെ ഞാൻ പോർബന്തറിലായിരിക്കും. പോർബന്തറിൽ മാത്രമല്ല, അദ്ദേഹം നൂറ്റതും ആ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലത്തൊക്കെ നീ പോകും. ഉറപ്പായിരിക്കും. ഗാന്ധിജി നൂറ്റ സ്ഥലമൊക്കെ അറിയാമോ? ഗുജറാത്തില്. അതൊക്കെ അവിടെ പോയിട്ടൊന്ന് പഠിക്കും കേട്ടോ. പൈസ ഇപ്പൊ തരണോ? പിന്നെ മതി. പക്ഷെ നീ പോയിട്ട് അവിടെ കാണാൻ പെൺപിള്ളേരെ കണ്ട് അവിടെ ചുറ്റിക്കൂടി നിൽക്കരുത്, വരണം. ഇതിലുള്ള അച്ഛന് പണിയാവരുത്. ഇല്ല ഒരിക്കലും. അപ്പൊ അച്ഛൻ കേട്ടല്ലോ, എന്റെ ചെലവിൽ ഇവനെ ഞാൻ അവിടെ അയക്കും. സബർമതിയില് ഗാന്ധിജി നൂറ്റ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് എന്റെ കയ്യിലെ കാശ് പോയി. നീ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ പോണം കേട്ടോ. നീ ഫ്ലൈറ്റിലേ പോകുന്ന പറയുന്നത്. ഗുജറാത്തേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ, അടുത്ത ബുധനാഴ്ച. റെഡി. ഞാൻ ചെയ്യാവുന്നൊരു പാര നിനക്ക് തരും. ഈ അച്ഛനും കൂടെ ഒരു ടിക്കറ്റ് എടുത്ത്. കുഴപ്പമില്ല, അച്ഛനെ ഞാൻ റെഡി ആക്കണം. അച്ഛനെ നിന്റെ പിറവി തന്നെ ഉണ്ടല്ലോ, അച്ഛനെ പണി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക്. അച്ഛൻ എന്റെ പ്രൊവിക്കേഷൻ അടിപൊളി, നന്നായി. അപ്പോഴാണ് നന്നായി. അമ്മ കിട്ടാൻ പണി വന്നിരിക്കുന്നത്. ഇവൻ പറഞ്ഞതിന് ശേഷം അച്ഛൻ നേരെയായെന്നാ പറയുന്നത് കേട്ടോ, അല്ലേ? അങ്ങനെയാണോ? ഇവൻ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആണല്ലേ? നീ ശരിയാവൂല. അവിടെയെങ്കിലും പോയി നീ നേരെയാവണം. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള പുസ്തകം 10 തവണ വായിക്കണം. 10 തവണ എന്നുവെച്ചാൽ സബർമതി പോയിച്ചു വന്നതിന് ശേഷം. എന്നാലേ ഗാന്ധിജി എന്താണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി നിനക്ക് മനസ്സിലാവും. ഞാനൊരു ഗാന്ധിയൻ ഫിലോസഫിയുടെ ആരാധന, നിനക്കറിയാലോ. ഞങ്ങളൊക്കെ വിപ്ലവത്തിന്റെ പാതയാണ്. എന്റെ ജീവിതമാണ് കുട്ടാ എന്റെ സന്ദേശം. ഞാനല്ല പറഞ്ഞത്, ഗാന്ധിജി. 30,000ന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇങ്കർ മോണിറ്റർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു നല്ലൊരു വിജ്ഞാനപ്രദമായ ഒരു പാട്ട് കാണാം. പ്ലീസ് പ്ലേ. നീ ഡാൻസ് കളിക്കുവോ? ഞാൻ ആവശ്യം വരുമ്പോ കളിക്കും. അല്ലെ, എനിക്ക് തോന്നി നീ ആയിരുന്നെങ്കിലും അവിടെ തകർത്തേനെ എനിക്ക് മനസ്സിലായി. ഇനി ചോദ്യത്തിലേക്ക് വരികയാണ്. നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്: ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഓപ്ഷൻ എ കുഞ്ഞിരാമായണം, ഓപ്ഷൻ ബി ഗോദ, ഓപ്ഷൻ സി കക്ഷി അമ്മിണിപ്പിള്ള, ഓപ്ഷൻ ഡി കള, ഓപ്ഷൻ ഡി കെട്ടിയോളാണ് എന്റെ മാലാക. അതാരാ പറഞ്ഞു കെട്ടിയോളാണ് എന്റെ മാലാക? ഞാൻ ഇത് കുഞ്ഞിരാമായണം, ഗോദ, കക്ഷി അമ്മിണിപ്പിള്ള, കള, കെട്ടിയോളാണ് എന്റെ മാലാഖ. ഇത് ഓപ്ഷൻ സി കക്ഷി അമ്മിണിപ്പിള്ള ആയിരിക്കും. സത്യം. ഇടേ, നീ കുറച്ചു നേരം ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കാം. നീ ആലോചിച്ചിട്ടാണോ പറഞ്ഞത്? ആലോചിച്ചിട്ടാണ്. ആലോചിച്ചോ? അഭിമന്യു ആ പടം കണ്ടോ? പടം കുറച്ചൊക്കെ കണ്ടു, ഇടയ്ക്കൊക്കെ വെച്ചിട്ട്. ഈ കോമഡി സീരീസ് മാത്രം ഇങ്ങനെ എടുത്തിട്ട്. കക്ഷി അമ്മിണിപ്പിള്ള ഞാൻ റേറ്റിംഗ് കുറവായിരുന്നു. ആ പടത്തിൽ എങ്ങനെയാണ് നായകനാരാ? കക്ഷി അമ്മിണിപ്പിള്ളയില് ആസിഫ് അലി. ആസിഫ് അലിയാ? നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ ഞാൻ ആരെങ്കിലും വിളിച്ചോ? ആരും വിളിച്ചിട്ടില്ല. നിന്നെ ഒരാൾ വിളിക്കും. ഇന്നെ അവരാരും വിളിച്ചിട്ടില്ല. നിന്നെ ഒരാൾ വിളിക്കും, ഈത്ത വിളിക്കാനായിരിക്കും. ഒരു സിനിമ കേട്ടോ, ഒരു സിനിമ അഭിനയിക്കാനായിട്ട് നിന്നെ ഒരാൾ വിളിക്കും. നീ തകർക്കോ? കിട്ടിയാ ഞാൻ തകർക്കും. നിനക്ക് മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയിരിക്കണം. എന്തുവായിരിക്കും പിന്നെ സംഭവിക്കുക? ഞാൻ പിന്നെ എയറിലായിരിക്കും, ബഹിരാകാശത്തെത്തും. അതോ മോഹൻലാലിനെ ഔട്ടാക്കാൻ ശ്രമിക്കുവോ? ജീവിച്ചു പോട്ടെ വിചാരിക്കും അല്ലേ? എനിക്ക് മനസ്സിലായി, നീ അംശമായിട്ട് പോയവൻ. അതുകൊണ്ട് പറയാം, നിനക്ക് ആരെങ്കിലും സഹായം ചെയ്താൽ അവനിട്ട് പണിയുന്നതാണ് നിന്റെ ചരിത്രം. പിന്നെ പൗരധർമ്മം എന്ന് പറഞ്ഞാൽ പിന്നെ നീ അത് റിയലൈസ് ചെയ്യും. അതാണല്ലോ നിന്റെ. നല്ല കുട്ടിയാണ്. ഓക്കെ, നല്ല കാര്യം. അപ്പൊ കക്ഷി അമ്മിണിപ്പിള്ള എന്നാണ് നീ പറഞ്ഞിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നീ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഉത്തരം ശരിയാണ്. കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടാണ്. അതിൽ ആസിഫ് അലി തന്നെയാണ് നായകൻ. പക്ഷെ ആ ഡാൻസ് കണ്ടപ്പോൾ നിനക്കൊരു കൊതി വന്നുല്ലേ? അതൊന്ന് പ്ലേ ചെയ്താൽ ഇവിടെ നിന്ന് കളിക്കാമോ? എനിക്കൊരു ആത്മവിശ്വാസമുള്ള കക്ഷിയാണ്. കാരണം ഒരു ഡയറക്ടർ ഇപ്പൊ ഒരു ചാൻസ് ചോദിച്ചെന്ന് കഴിഞ്ഞാല് ഒരു രംഗം അഭിനയിക്കാൻ പറയും. നീ ഒരു പെൺകുട്ടിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അത് നമുക്ക് യൂഷ്വലി അറിയാവുന്ന കാര്യം. നടത്തി. അവള് ചെരുപ്പൂരി നിന്റെ കവളത്തടിച്ചു. നിന്റെ ശത്രുവാണ് അവള്. ആ ചെരുപ്പൂരി അടിച്ചു കഴിഞ്ഞുള്ള സീനാണ് നീ അഭിനയിക്കേണ്ടത്. നീ 2 MD സ്റ്റൈലിൽ 2 ഡയലോഗുകളോട് പറയണം. അല്ല, ഞാൻ അത് ഡയലോഗ് പറഞ്ഞേക്കാട്ടി നല്ലത് മറ്റേ നിന്നിഷ്ട ഇന്നിഷ്ടത്തിലേ
അവസാനം മോഹൻലാല് വന്നൊരു വീഴ്ചയുണ്ട്. എങ്ങനെയാ മോഹഭംഗ മനസ്സില് എന്നും പറഞ്ഞ വന്ന് കാല വീഴ. പക്ഷേ നമ്മളിപ്പോ ചെന്നിട്ട് പെൺകുട്ടി ഇഷ്ടമല്ല, ചെരുപ്പ് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവരെ വെറുപ്പിക്കാൻ പോരുത്. ഇപ്പൊ ഇടയ്ക്കുണ്ടല്ലേ വെടിവെച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് സ്നേഹം കൊടുക്കുക, വാങ്ങുക. വെറുപ്പ് ഒരിക്കലും മനുഷ്യ ചേർന്ന ഒരു സാധനമല്ല. മോശം. നീ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ സമ്മതിച്ചു, നീ ഒരു സംഭവം തന്നെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 40 ഇപ്പൊ 30,000 രൂപ കയ്യിലായി. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബോർഡ് ഗുജറാത്ത് എന്ന് വെച്ചോളൂ. 40,000 എത്ര പൂജ്യമുണ്ട്? 40,000 പെട്ടെന്ന് പറയൂ. 4 5 അല്ല 4 കണക്ക് ഞാൻ പണ്ടേ വീക്കാ. എങ്ങനെയൊക്കെ ഞാൻ എങ്ങനെയുടെ ഹോസ്റ്റലിൽ അവനെ സഹിക്കും? പക്ഷെ അവനെ വല്ല പലരിക്കടയിൽ അയച്ചാ പാടുവിടുമല്ലോ. ഞാൻ അതല്ലേ കടയിൽ നിന്ന് നിൽക്കാൻ പോകത്തെ. ഓക്കെ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന്റെ അഭിമാന പുളകമാകാൻ പോകുന്ന നിമിഷം. അപ്പൊ ഇങ്കർ മോണിറ്റർ ഇത് പറഞ്ഞപ്പോഴല്ലേ 40,000 ചോദ്യം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചറിയോ, ഒരിക്കൽ കോളേജിന്റെ ഗേറ്റിൽ നീ ചെല്ലുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കുക. അതറിയോ, കോളേജിന്റെ ഓരോ മണൽത്തരിയെയും കോരിത്തരിപ്പിച്ചുകൊണ്ട് പുതിയതായി IAS പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അഭിമന്യു ജാല ഏതാനും നിമിഷങ്ങൾക്കകം ഇതുവരെ കടന്നു വരികയാണ്. ഞാനൊരു മന്ത്രിയായ പ്രശ്നമുണ്ടോ? IAS എന്നെ മേളിൽ കയറിക്കാൻ. അതാണ് എനിക്ക് അങ്ങനെ കുറെ ആഗ്രഹം. നീ ആവില്ലടേ, ആയ നിന്റെ നാട്ടുകാർ തല്ലിക്കൊല്ലും. ഞാൻ നാട്ടുകാരെ നിന്റെ സ്വഭാവം അനുസരിച്ച് നീ മന്ത്രിയാകരുത്. മറ്റേതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്റെ അഭിപ്രായമാണ് കേട്ടോ. മറ്റേ 5 കൊല്ലത്തേക്കേ ഉള്ളൂ. അതാണ് ഈ IAS കാര് ഈ മന്ത്രി ഓരോന്ന് വിളിച്ചോരല്ലോ, അത് ചെയ്യ് ഇത് ചെയ്യ് എഴുതി കൊടുക്കത്തില്ല, ഫോണിൽ പറയത്തേ ഉള്ളൂ. എഴുതി കൊടുക്കുന്നവനായിരിക്കും ഇവനെ ആപ്പിലാവുമ്പോൾ വല്ല കോടതി വിധിയൊക്കെ വന്ന് പൂജപ്പുര സെൻട്രൽ ജയിലൊക്കെ ആവുന്ന ഇവനായിരിക്കും. ഒരു കളക്ടർ അല്ലെ കുഴപ്പക്കാരനാണെങ്കിൽ ഒരു ജില്ല സഹിച്ചാൽ മതി. ഒരു മന്ത്രി പ്രശ്നമാണെങ്കിൽ ആ സംസ്ഥാനം മൊത്തം താർന്നു. ഓക്കെ, നീ പുസ്തകമൊക്കെ വായിക്കുന്നല്ലേ പറഞ്ഞു. കുമാരസംഭവം കേട്ടിട്ടുണ്ടല്ലോ, അത് ആരുടെ കൃതിയാണ്? അതാണ് ചോദ്യം. 40,000 രൂപയുടെ ചോദ്യമാണ്. കുമാരസംഭവം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി KP കുമാരൻ, ഓപ്ഷൻ സി കാളിദാസൻ, ഓപ്ഷൻ ഡി കുമാർ ഇടപ്പാൾ, ഓപ്ഷൻ ഡി ഇളങ്കോവടികൾ. ഓപ്ഷൻ സി കാളിദാസൻ. കുമാർ ഇടപ്പാൾ എഴുതിക്കൂടെ ഒരു കുമാരസംഭവം? എനിക്ക് അറിയത്തു. അദ്ദേഹത്തിന് വസ്ത്രാലങ്കാരമായിരുന്നു. ആണോ? ഇപ്പൊ KP കുമാരനാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം സിനിമ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കുമാരസംഭവം എഴുതാൻ പറ്റത്തില്ലേ? വേണ്ട, കുമാരനാശാൻ എഴുതാം. കുമാരനാശാൻ അല്ല, ആശാൻ ആശയ ഗംഭീരൻ അല്ലേ? അദ്ദേഹത്തിന് എഴുതിക്കൂടെ? അല്ല, കുമാരനാശാൻ അല്ല. കുമാരനാശാൻ അല്ല അല്ലേ? അപ്പൊ കാളിദാസനാണ്. കാളിദാസൻ. കുളിരും പോകുമല്ലേ? കുളിച്ചു കഴിഞ്ഞാൽ കുളിര് പോകില്ലേ? ഞാൻ കുളിക്കാറില്ല, വല്ലപ്പോഴും. അത് അമ്മേ പറയുന്നത് കുളിക്കാറില്ലേ? കുളിക്കാൻ ഭയങ്കര പാടാണ്. ആണോ? സൗന്ദര്യത്തിന്റെ രഹസ്യം അതാളേ. അമ്മേ ഗുജറാത്തിലെ പോകുമ്പോ കുളിപ്പിച്ച വിടാവേ. അവിടെ ആള് കുളിപ്പിക്കും. സബർമതി മുങ്ങുന്നി. നീ ഇതൊരു പുതിയ അറിവാ കേട്ടോ. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാടിലെ 3ാം ഡിഗ്രി വിദ്യാർത്ഥി കുളിക്കാറില്ല. അല്ല, അത് നമ്മൾ ഹോസ്റ്റലിൽ ആരും അങ്ങനെ അധികം. നിനക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാ നീ കുളിക്കാത്തത്? അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ വല്ലപ്പോഴും കുളിച്ചാൽ മതി. അതാണ്, നീ കുളിച്ചിട്ട് ഇത്രയൊക്കെ നമ്മളായിട്ട് എന്തിനാ വെള്ളം? ഗ്ലാമറിന്റെ രഹസ്യം കുളിക്കാത്തോണ്ടാണോ? നല്ല കാര്യം, നാട്ടുകാർ പറഞ്ഞു. ഈ കുമാരസംഭവം എന്നുള്ള ചെറിയ ചോദ്യത്തിൽ നീ വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ അപ്പാടെ തകർന്നുപോയി എന്ന് പറയാൻ വരട്ടെ. ഉത്തരം ശരിയാണ്. 40,000 രൂപ. കാളിദാസനാണ് കുമാരസംഭവം എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഹിസ്റ്ററി റിപ്പീറ്റ്സ്. കാളിദാസനാണ് കുമാരസംഭവം എഴുതിയിരിക്കുന്നത്. കാളിദാസനാണ്. നീ പിന്നെയും പറഞ്ഞതിനെ തെറ്റിക്കാതെ. രണ്ട് ശരിയാണ്, നമ്മൾ രണ്ട് സെറ്റല്ലേ? ശരിയാ. നിനക്ക് ഇനി നമ്മൾ 1/2 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 1/2 ലക്ഷത്തിലെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഈ കുട്ടേട്ടന്റെ ഒരു കളി കളിക്കും. നമ്മൾ ലെവൽ 2ലേക്ക് പോകും. കുട്ടേട്ടാ, ലെവൽ 2. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോ നീ 1/2 ലക്ഷത്തിന്റെ ചോദ്യമാണ്. പൂജ്യം എത്ര? 4. ഉറപ്പാണല്ലോ? 4. ഗുണിച്ചു നോക്കണം അല്ലേ? കണക്ക് കഷ്ടപ്പെട്ട് പഠിച്ചു. നീ ഇതിനിടയിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ശ്രമിച്ചു, നിനക്ക് പോകാൻ പറ്റില്ലെന്നും? ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഹൈദരാബാദിലും ഡൽഹിയിലും ഒക്കെ. പക്ഷേ ഞാൻ ഇവിടെ നാട്ടിൽ നിൽക്കണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം. എന്നാ തിരുവനന്തപുരത്ത് പൈസ ഉണ്ടായിരുന്നു? പൈസ തീരെയല്ലായിരുന്നു. എങ്ങനെ പോകുന്നത്? അല്ല, എന്നാലും നമുക്കിപ്പോ പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാലോ.
പൈസ ഇല്ലെങ്കിലും പഠിക്കണം എന്നുള്ളൊരു തോന്നൽ എന്നിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഈ പൈസ ഇല്ലായ്മ നീ എങ്ങനെ കടന്നു പോകും? അച്ഛന്റെ വരുമാനമാണ് വല്ലപ്പോഴും. അച്ഛന് എത്ര രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടാവും? അത് ജോലി ഉണ്ടെങ്കിൽ. അദ്ദേഹത്തോണ്ട് നിനക്ക് ഈ റബ്ബർ ടാപ്പിംഗ് വല്ല പിടിയുണ്ട്? എത്ര മരങ്ങൾ വെട്ടു ഒരു ദിവസം? ടാപ്പിംഗ് കുറച്ചേ ഉള്ളൂ, ഒരു 400 രൂപയുടെ പണിയേ ഉള്ളൂ. ഒരു ദിവസം 400 രൂപ കിട്ടും. അല്ല വേറെ എന്തെങ്കിലും പണിയുണ്ടോ? വേറെ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പണിക്ക് പോകും. ഈ 400 രൂപ കൊണ്ട് വേണം ഇവന്റെ വിളയാട്ടമൊക്കെ നടത്താൻ അല്ലേ? പിന്നെ മറ്റേ 2 കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഹൈദരാബാദിൽ പോകാൻ അതുകൊണ്ടാണ് കഴിയാതെ പോയത്. എന്റെ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു വിഷമം അതാണോ? അതൊരു വിഷമാണ്. കാരണം നമുക്ക് പോവാൻ സാഹചര്യം കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നീ കഠിനാധ്വാനം കൊണ്ട് തന്നെ അപ്പുറം പോയാലോ? പോണം. നിന്റെ ആഗ്രഹം ഒന്നീ മന്ത്രിയാകണം, അല്ലെങ്കിൽ മന്ത്രി എന്ന് പറഞ്ഞത് എനിക്ക് ഞാൻ വെറുതെ പറയും. ഇവര് കളിക്കെടുക്കും. എനിക്ക് പ്രധാനമന്ത്രിയൊക്കെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കഴിഞ്ഞ ആഴ്ച ഒരു PhD ഉണ്ടായിരുന്നു. അതാണ് ഇതൊക്കെ എന്താ ചെയ്യപ്പോ. അത് വലിയൊരു സാഹചര്യമാണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ നന്നായി. നീ ആഗ്രഹിക്കുമ്പോ നമ്മള് കള്ളി കിടക്കും കഞ്ഞോളം കുടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ആലോചിച്ചോളൂ. പക്ഷെ ഇനി നീ കുറച്ചുകൂടെ കഴിയുമ്പോ പ്രസിഡന്റും കൂടെ ആവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയരുത്. ഇന്ത്യൻ പ്രസിഡന്റ് അതുകൂടെ പറയരുത്. അത് ഇനി ബാക്കിയുള്ളൂ പറയാ ഇന്ത്യയിൽ. ഓക്കെ. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് ചെറുതായിട്ട് തോന്നുന്നറിയോ, ഇവന് വല്ല കുഴപ്പമുണ്ടോ? അത് എല്ലാവർക്കും തോന്നുമല്ലേ? എനിക്ക് മാത്രമല്ല. അപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 6 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്. ഇങ്കർ മോണിറ്റർ. അസുരഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? അതാണ് ചോദ്യം. 50,000 രൂപയുടെ ചോദ്യമാണ്. ഇനി സൂക്ഷിച്ച് മറുപടി പറയണം. ഓപ്ഷൻ എ ദ്രോണാചാര്യർ, ഓപ്ഷൻ ബി ശുക്രാചാര്യർ, ഓപ്ഷൻ സി വാത്മീകി, ഓപ്ഷൻ ഡി വിശ്വാമിത്രൻ, ഓപ്ഷൻ ഇ വസിഷ്ഠൻ. അസുരഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? ദ്രോണാചാര്യരാണോ, ശുക്രാചാര്യരാണോ, വാത്മീകിയാണോ, വിശ്വാമിത്രനാണോ, വസിഷ്ഠനാണോ? അസുരഗുരു. സർ ഓപ്ഷൻ ബി. ഒരു തമിഴ് സിനിമ വന്നിരുന്ന അസുരഗുരു അതല്ല. ഇത് ഒറിജിനൽ അസുരഗുരു. സർ ഓപ്ഷൻ ബി ശുക്രാചാര്യർ. ശുക്രാചാര്യർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണ്. വീട്ടിൽ ഈ വിവരദോഷം പറയുന്ന വേറെ ആരും ഉണ്ടോ? എനിക്ക് അറിയില്ല. അറിയില്ല. ശുക്രാചാര്യനാണ്. 6 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. കൂട്ടിയോ? ഈ ധൈര്യം നിന്നെ ചതിച്ചു എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ ഉത്തരം തെറ്റാണ്. അല്ല, ശരിയാണ്. ചെറുതായിട്ട് പേടിച്ചോ? കാരണം അതെനിക്കറിയാം അതായിരുന്നു ഉത്തരം. പക്ഷെ എന്നാലും നമുക്ക് ഈ ശുക്രാചാര്യര് പറയുമ്പോ ഒരു ഡൗട്ട് വരും. ആ പുരാണത്തിൽ നിന്ന് ഗുരു മാറിയെന്നാണോ നീ സംശയിച്ചത്? നീ തന്നെ ഹിസ്റ്ററി പഠിക്കാൻ പറ്റിയ ആള് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത 60,000 രൂപയുടെ ചോദ്യമാണ്. 60,000 ഇങ്കർ മോണിറ്റർ. ചോദ്യം ഇതാണ്. 60,000 രൂപയുടെ ചോദ്യം. വളരെ സീരിയസ് ആയിട്ട് മോണിറ്റർ നോക്കൂ. ഹോബികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ വായന, ഓപ്ഷൻ ബി ചീട്ടുകളി, ഓപ്ഷൻ സി പാട്ട് കേൾക്കൽ, ഓപ്ഷൻ ഡി സ്റ്റാമ്പ് ശേഖരണം, ഓപ്ഷൻ ഇ ഉറക്കം. എന്റെ ഉറക്കം എങ്ങനെയാ സാധാരണ ഗതി? ഞാൻ നല്ല ഉറങ്ങുന്ന ആളാണ്. 18 മണിക്കൂർ ഉറങ്ങുമോ? ഞാനൊരു 7-8 അത്രേ ഉള്ളൂ. അത്രയൊക്കെ കിട്ടും. നിന്റെ തൊലിയുടെ വെളുപ്പ് കൂടി അങ്ങനെ കേട്ടോ. നീ ഇത്ര ഉറക്കം കുറയ്ക്കുന്നുണ്ട്. നന്നായി. ഗ്ലാമർ കൂടട്ടെ. കുട്ടികളുടെ ആരാധനാ പാത്രമാകട്ടെ. ആവട്ടെ. നടക്കൂ. റെഡി. കിങ് ഓഫ് ഹോബീസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹോബി ഓഫ് കിങ്സ് എന്നായാലും കുഴപ്പമില്ല. ഓപ്ഷൻ എ വായന. ഓപ്ഷൻ എ വായന എന്നാ പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാർക്ക് എവിടെ വായിക്കാൻ സമയം? ഇത് ഹോബികളുടെ പിടിവള്ളികളുണ്ട്. സംശയം വരുന്ന, ആത്മവിശ്വാസ കുറവ് വരുന്നെങ്കിൽ പിടിവള്ളികളിലേക്ക് പോകണം. കുട്ടേട്ടാ, ഇവൻ ആളൊരു വിജ്ഞാനിയാണെങ്കിലും അജ്ഞാനം കൂടുതലുണ്ട്. അതെ. അഭിമന്യുവിനെ താങ്കളെ ഞാൻ സഹായിക്കാം. എനിക്ക് തോന്നുന്നു സി അല്ലെങ്കിൽ ഡി. കുട്ടേട്ടൻ 2 ഉത്തരങ്ങൾ, സി അല്ലെങ്കിൽ ഡി. എനിക്കിത് അറിയായിരുന്നു. ഓപ്ഷൻ ഡി സ്റ്റാമ്പ് ശേഖരണം. അതെ. അപ്പോ പറഞ്ഞിരിക്കുന്നത് പാട്ടുകൾക്കല്ല. അല്ല, ഇതെനിക്ക് അറിയായിരുന്നു. ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയി. എപ്പോഴൊക്കെ ബ്ലാങ്ക് ആവും സാധാരണ? ഈ പെട്ടെന്ന്, അതായത് ഇപ്പൊ നമുക്ക് ഒരു സാഹചര്യത്തിൽ നമ്മളെ പെട്ടെന്ന് ഒന്ന് ഡൗട്ട് ആക്കിന്ന് വെച്ചോ. അപ്പൊ ഞാനത് ഒരു പക്ഷേ ശരിയാക്കുമായിരിക്കും. പക്ഷെ അടുത്ത ചോദ്യം എത്തുമ്പോ വീണ്ടും അതേപോലെ ബ്ലാങ്ക് ആവും. പക്ഷെ ആ കുട്ടിയെടുത്ത് പോയപ്പോ ബ്ലാങ്ക് ആയില്ല. ആ പെൺകുട്ടിയോട് സാഹചര്യങ്ങൾ നമ്മളെ ബ്ലാങ്ക് ആക്കാതിരിക്കും. അല്ലെങ്കിലേ കാര്യം ആ പെൺകുട്ടിയെ പറഞ്ഞ് എന്തെല്ലാം മോഹിപ്പിച്ചു. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ സിനിമ ഡയലോഗ് ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്റെ തന്നെ ഡയലോഗ് എഴുതി ഉണ്ടാക്കി.
നിന്റെ ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു എനിക്കൂടെ ഒന്ന് എടുക്കാൻ അല്ല ഉപയോഗിക്കാലോ. ഞാൻ അങ്ങനെ പറയട്ടെ. അല്ല ഞാൻ അങ്ങനെ നീ എഴുതി ഉണ്ടാക്കി നീ ആ പറഞ്ഞ ആ പെൺകുട്ടിയെ വഴിയാധാരമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഡയലോഗ്. അല്ല ഇത് കേരളത്തിൽ ആദ്യം പറഞ്ഞ ഞാനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് എവിടെയൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് ചില ട്രോളിലൊക്കെ. പിന്നാലെ നടക്കാൻ നീ റെൻഡറിങ് അവർ റെൻഡർ ചെയ്ത രീതി പറഞ്ഞു. എന്തായാലും എനിക്ക് എന്റെ സാറാണ് ഇപ്പൊ എന്റെ കാമുകി. അതെ ഞാൻ ഏറ്റു. എനിക്ക് എന്തെല്ലാം പണിയാ ജീവിതത്തിൽ. ഇപ്പൊ ഞാൻ എന്താ വിളിക്കാം? ശ്രീന്ന് വിളിക്കട്ടെ? എന്ത് വെള്ളം വിളിക്കും? ഓക്കെ ശ്രീ. ശ്രീ എന്തോ പിന്നാലെ നടക്കാനോ മുന്നേ നടക്കാനോ എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഒപ്പുണ്ടാവും. ഞാൻ എപ്പോഴും ഒപ്പുണ്ടാവും. നിന്നെ മിക്ക റബ്ബർ ടാപ്പിക്ക് കത്തി വെച്ചിട്ട് മിക്കവാ നിന്റെ അച്ഛൻ ശരിയാക്കി. എന്താ ചെയ്യാ? അപ്പൊ നന്നായി കേട്ടോ. ഇതിലാണ് ആകാശി വീണുപോയത്. പുള്ളി നല്ല ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്ക് സ്റ്റാമ്പ് ശേഖരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഹോബികളുടെ രാജാവ്. രാജാക്കന്മാർക്ക് സ്റ്റാമ്പ് ശേഖരിക്കാൻ സമയം. ഈ ഉത്തരം പറയുമ്പോൾ നീ ആലോചിക്കണേ. നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. സ്റ്റാമ്പ് ശേഖരണമാണ് ശരി ഉത്തരം. ഹോബികളിലെ രാജാവ്. നീ ആദ്യം ഒരു അബദ്ധം പറഞ്ഞല്ലോ. കുട്ടേട്ടൻ ഇല്ലായിരുന്നു നീ ഇപ്പൊ മുഖം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ബ്ലാങ്ക് ആയതാണ്. പക്ഷെ എനിക്ക് അറിയാന്നുള്ള തരാം. വെറുതെ ലൈഫ് ലൈൻ കളഞ്ഞു. എന്തായാലും കുട്ടേട്ടാ ഒരു വരിയിൽ ഒറ്റ വാചകത്തിൽ ഇവനെ വിശേഷിപ്പിച്ചാൽ ഈ അഭിമന്യു ജാല എന്താണ്? അഭിമന്യു ഒരു മിടുക്കനാണ്. പക്ഷെ ഇവനെ ഒന്ന് സൂക്ഷിക്കണം. ഇവൻ ആര് സൂക്ഷിക്കണം? കുട്ടേട്ടൻ സൂക്ഷിക്കണോ അച്ഛൻ സൂക്ഷിക്കണോ? എല്ലാവരും സൂക്ഷിക്കണം. കാരണം ഇവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പളിനെ റൂമിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ആണോ? അങ്ങനെ ചെയ്തോ? അതൊരു പുള്ളി പുറത്തിറങ്ങേണ്ട നിനക്ക് തോന്നി? അല്ല അങ്ങനെയല്ല. അതൊരു സമരത്തിന്റെ ഭാഗമാണ്. സമരം കണ്ട് ടെൻഷൻ ഉണ്ടാവണ്ട. അത് തന്നെയാണ്. പൂട്ടി എത്ര നേരം അത് അകത്ത് കിടന്നു? കുറച്ചു നേരം. അത് കാര്യം എന്നിട്ട് ആൾക്ക് മനസ്സിലായപ്പോ മൂപ്പർക്ക് അറിയാം അത് ശരിയാണെന്നുള്ളത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി പിന്നെ പ്രിൻസിപ്പലിനെ കണ്ടു. ഭയങ്കര സ്നേഹമാണ്. എന്താ ചെയ്യാ? പൂട്ടിയുണ്ട് അല്ലേ? അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും. അല്ല ഞങ്ങൾ ഈ പൂട്ടിയെങ്കിലും ഞങ്ങൾ ഇതിന്റെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടാവും. ഗുരുവേ അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്നിട്ട് അതിന്റെ അകത്തിരുന്ന് മൂപ്പരത്ത് അത്ര നേരം സംസാരിച്ച കമ്പനി കൊടുത്തു. അത്രേ ഉള്ളൂ. ഓ നിങ്ങൾ അതിനകത്ത് ഇരുന്നു അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. 70,000. ചോദ്യം ഇതാണ്. അഭിമന്യു, നീ അടിതെറ്റി വീഴാതെ നോക്കുക. അടിതെറ്റിയാൽ ആന വീഴും. നീ അല്ലേ ആന വീഴുന്ന കാര്യം? നീ എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. കേരളത്തിൽ ആദ്യമായി തീവണ്ടിപ്പാത സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി തൃശൂർ ഷൊർണൂർ, ഓപ്ഷൻ സി കല്ലായി കോഴിക്കോട്, ഓപ്ഷൻ ഡി ബേപ്പൂർ തിരൂർ, ഓപ്ഷൻ ഡി എറണാകുളം ഇടപ്പള്ളി. തിരുവനന്തപുരം കൊല്ലം പാതയാണോ? തൃശൂർ ഷൊർണൂറാണോ? കല്ലായി കോഴിക്കോടാണോ? ബേപ്പൂർ തിരൂറാണോ? എറണാകുളം ഇടപ്പള്ളിയാണോ? ആദ്യത്തെ തീവണ്ടിപ്പാത കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത് 1861 ഈ സംഭവം. മാർച്ച് 12 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തീവണ്ടിപ്പാത സ്ഥാപിക്കപ്പെട്ടത്. സർ, ഓപ്ഷൻ ഡി ബേപ്പൂർ തിരൂർ ആയിരിക്കും. ആണ്. ഞാൻ ആ വഴി തിരൂരൊക്കെ പോയിട്ടുണ്ട്. ബേപ്പൂര് പോയി. 1 കോടി അടിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട തീവണ്ടിപ്പാത ബേപ്പൂർ തിരൂർ റൂട്ടിലാണെന്നാണ് എന്റെ വിജ്ഞാനകോശിയായിട്ടുള്ള അഭിമന്യു പറഞ്ഞിരിക്കുന്നത്. എവിടെയാ പഠിക്കുന്ന പറഞ്ഞേ? വിക്ടോറിയ കോളേജ്, പാലക്കാട്. ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആരാ? പ്രധാന അധ്യാപകൻ? ഇപ്പൊ ഗീത ടീച്ചർ. ടീച്ചർ ക്ഷമിക്കുക, ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തി വെച്ച ഇദ്ദേഹത്തിനെ പഠിപ്പിക്കേണ്ടി വന്നതിൽ സന്തോഷിക്കൂ ടീച്ചർ. ഉത്തരം ശരിയാണ്. ബേപ്പൂർ തിരൂറാണ് റൂട്ട്. ഈ റൂട്ടിലാണ് കേരളത്തിൽ ആദ്യമായി തീവണ്ടിപ്പാത ഉണ്ടായത്. അപ്പൊ ആ ടീച്ചറിന്റെ മുമ്പിൽ നീ തോറ്റുപോയനെ. ഇപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചർമാർക്ക് ഇതിനോട് വലിയ കാര്യമാണോ? നീ നേതാവാണോ കോളേജില്? ചെറുതായിട്ട് കണ്ടപ്പോ എനിക്ക് തോന്നി. എന്നൊക്കെയാണ് പിള്ളേര് പറയുന്നത്. അല്ലേ, അടിപിടിയിലൊക്കെ പോവൂ? അടി കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഉണ്ടാവരുത്. അടിക്കാതെ അതെ, ആശയ സംഘടന നമ്മൾ നേരിടുന്നുണ്ട്. നല്ല ആശയം, ആമാശയം കൊണ്ട് നേരിടരുത്. വിക്ടോറിയയിൽ അല്ല, വിക്ടോറിയയിൽ അടി വളരെ കുറവാണ്. അടിയില്ല, അടിക്കാൻ പാടില്ല. അതെ തന്നെ. കാരണം എനിക്ക് തോന്നുന്നത് കോളേജ് വിദ്യാഭ്യാസമൊക്കെ ആ വഴിയല്ല പോകുന്നത്. അല്ല, അതാണ് സംവദിച്ച് പോവാ, ചർച്ച ചെയ്ത് പോവാ. നിനക്ക് വിവരം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ ആർക്കും ഒന്നും കൊടുക്കൂല. ഭക്ഷണമൊക്കെ കഴിക്കുന്ന എങ്ങനെയാ? നല്ല ആരോഗ്യമാണല്ലോ. പെങ്ങന്മാർക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ വീട്ടില്? അമ്മ വെക്കുന്ന മൊത്തം ഇവൻ കഴിച്ചു തീർക്കുവോ? ഒരു 3 കൂടെ വഴക്കുണ്ടാക്കി കഴിക്കുവോ? ആരാ വീട്ടിൽ ഏറ്റവും ഭക്ഷണം കഴിക്കുന്നത്?
അത് അച്ഛൻ. അത് അച്ഛനാണെന്ന് കണ്ട അച്ഛനിട്ട് പണിയാനാവണം അവന്റെ അല്ല, ഞങ്ങള് 3 എന്നുള്ളത് അമ്മ പറഞ്ഞത് ഭയങ്കര കള്ളാണ്. കാരണം അച്ഛനെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം അച്ഛൻ അമ്മ കല്യാണം കഴിച്ച ആളല്ലേ അച്ഛൻ? അല്ല, അവനെ വേറെ ആരും നീ പ്രൊട്ടക്ട് ചെയ്യും? അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ അച്ഛൻ ഞങ്ങളുടെ ഒപ്പം അടി ഉണ്ടാക്കാറുണ്ട്. അടി ഉണ്ടാക്കുന്ന സാധനം ഞങ്ങളൊക്കെ ഉദാഹരണത്തിന് എന്തെങ്കിലും അച്ഛനാണ് മുന്നേ കഴിച്ചെന്ന് വെച്ചോ, എന്തെങ്കിലും നല്ല കാര്യം നല്ല തന്നെ വേണമെന്നൊന്നുമില്ല. അച്ഛന് പിന്നെ എന്തും അച്ഛൻ മീനിന്റെ ഭയങ്കര ആരാധകന. മീനിന്റെ കഷ്ണൊക്കെ നമ്മൾ അറിയാണ്ട് എല്ലെങ്കിലും കിട്ടുമോ? പാത്രത്തിൽ നിന്ന് പോകും. ഇല്ല, ഞാൻ കൊടുക്കൂലല്ലോ. അവരെയാണ് പറ്റിക്കപ്പെടുന്നത്. നിന്റെ തീറ്റയുടെ റേഞ്ച് എങ്ങനെയാ? അത് ഇപ്പൊ കുറച്ചായിട്ട് ഒന്ന് കുറവാണ്. നേരത്തെ കണ്ടറിയില്ല, ഞാൻ ഭയങ്കര മെലിഞ്ഞു പോയി അല്ലേ? സ്ലിമായി. ആ പെങ്കുച്ചിനെ കണ്ട ശേഷമാണോ? അല്ല, അതിന് മുന്നേ. നിനക്ക് അതിൽ നല്ലൊരു ഭാവി ഞാൻ നേരുന്നു. താങ്ക് യു. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നിനക്ക് സമാധാനത്തിൽ കഴിയണേ അത്യാവശ്യം കാശ് വേണം. അതിലേക്ക് പോകാം നമുക്ക്. ഇനിയിപ്പോ നമ്മൾ എത്ര രൂപയുടെ ജോലിയിലേക്കാ പോകുന്നത്? ഓർമ്മയുണ്ടോ? മെമ്മറി കുറവാന്നൂടെ? അല്ല, 80,000. ഞാൻ അത് ഇങ്ങനെ ആലോചിച്ചതാ. ബ്ലാങ്കായി 80,000. നീ ബ്ലാങ്ക് ആവുന്ന ഏത് സമയത്തൊക്കെയാ? ഞാൻ കണ്ണി നോക്കി സംസാരിക്കാത്തപ്പോ ബ്ലാങ്ക് ആവും. നിന്റെ കണ്ണി നോക്കി സംസാരിച്ചാ നീ ബ്ലാങ്ക് ആവത്തില്ല അല്ലേ? നേരെ ഒരു പരിധി വരെ നിൽക്കും നേരെ. ഞാൻ ഒരു മുഖസ്ഥിതി പറയാം നിന്നോട്. നീ നല്ല ഫസ്റ്റ് ക്ലാസ് കള്ളനാ. താങ്ക് യു. കറക്റ്റ് അല്ലേ? എനിക്ക് മനസ്സിലായി. ഞാനത് പിന്നീട് നിന്നോട് ഷോ കഴിഞ്ഞ് പറഞ്ഞു തരാം. പ്രേക്ഷകർക്കൊന്ന് മനസ്സിലായി. പറയൂ. സാർ പ്രേമിച്ചിട്ടുണ്ടോ? പിന്നെ നിനക്ക് എന്താ സംശയം? സത്യമായിട്ടും നീ എന്നെ പോലെ സൗന്ദര്യാസ്വാദം സാറ് പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഫീൽഡ് ഔട്ടാ. അങ്ങനെയാണെങ്കിൽ സാറിനായിരിക്കും റേഞ്ച് കൂട്ടല്ലേ? എന്റെ റേഞ്ച് ആയിരിക്കും പണ്ടത്തെ ഒരു റേഞ്ച്. എന്റെ എണ്ണൊക്കെ വളരെ കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ. നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. അതെ. നമ്മൾ 80,000 ചോദ്യത്തിലേക്ക് പോകുന്നു. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്: 1 മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ എ 1 കിലോമീറ്റർ, ഓപ്ഷൻ ബി 1.5 കിലോമീറ്റർ, ഓപ്ഷൻ സി 2.5 കിലോമീറ്റർ, ഓപ്ഷൻ സി 1.25 കിലോമീറ്റർ, ഓപ്ഷൻ ഇ 1.6 കിലോമീറ്റർ. ചതിച്ചോ? ഡാൻസ് കളിക്കുന്ന ആ മൈലല്ല ഇത് മറ്റേ മൈൽ. സാർ ഓപ്ഷൻ ഡി 1.75 മീറ്റർ 1 മൈൽ. നീ എന്നൊക്കെ ഈ ചെറുപ്പത്തിലേ ഇത്തിരി എടുത്തിയാട്ടം കൂടുതല കേട്ടോ. എടുത്തുചാട്ടക്കാരന്റെ സാർ ഇങ്ങനെയൊക്കെ എല്ലൊടിച്ചേ വിടു വിധി. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബ്ലാങ്കായി. നീ ബ്ലാങ്കായി പോകും. നീ ബ്ലാങ്ക് ആവരുത്. നീ കുട്ടേട്ടനെ സമീപിക്കുക. കുട്ടേട്ടനെ ഒരു ഓപ്ഷൻ കിടപ്പില്ലയോ? കുട്ടേട്ടൻ നിനക്ക് കാശ് ആവശ്യമില്ലേ? അഭിമന്യു, താങ്കളെ ഞാൻ സഹായിക്കാം. എനിക്ക് സംശയമുള്ള 2 ഓപ്ഷൻസ് ഞാൻ പറയാം. ഒന്നില്ലെങ്കിൽ ഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഇ ആയിരിക്കാം. ഒന്നുകിൽ ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഓപ്ഷൻ ഇ. ഇതിപ്പോ ഞാൻ പറഞ്ഞതുമായി അതിന്റെ കൂടെ ഒന്നും കൂടെ ആയി. എന്താ ചെയ്യാം? എന്തെങ്കിലും ചെയ്യണം സാർ. ഒരു പിടിവള്ളിയും കൂടെ യൂസ് ചെയ്യാം. ഒരു പിടിവള്ളി നമ്മുടെ ഫിസിക്സുകാരന്റെ പിടിവള്ളി ഉപയോഗിക്കാം അല്ലേ? അതായിരിക്കും. ഷാനിഫ് ഉറപ്പില്ല സാർ, പക്ഷേ ഈ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ആണെന്ന് പറയുന്നു. ഞാൻ റബ്ബർ ട്രാപ്പിംഗ് കത്തി വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, മറന്നു പോരുത് അല്ലേ? അല്ല, ഞാൻ തമ്മിൽ സംസാരിച്ചില്ലല്ലോ. അല്ല, ഞാൻ ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ദൈവവിശ്വാസികളെ കാട്ടിലും എനിക്ക് മനുഷ്യന്മാരാണ് വിശ്വാസം. അപ്പോ എന്റെ കൂട്ടുകാരനെ ഞാൻ വിശ്വസിക്കുന്നു. ഓപ്ഷൻ എന്നാ തുടങ്ങിയത് ഈ അസുഖം? എന്താണ് ഈ മനുഷ്യരെ ഞാൻ മനുഷ്യരെ വിശ്വസിക്കും. മനുഷ്യരെ മാത്രമേ എനിക്ക് വിശ്വാസം. പൂട്ടിയോ? ഓപ്ഷൻ ഇ. കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു സത്യം പറയാം. പറഞ്ഞോളൂ. കൂട്ടുകാരെ അമിതമായി വിശ്വസിക്കരുതെന്നുള്ള ബാലപാഠം ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ മത്സരാർത്ഥി അഭിമന്യു പഠിക്കാൻ പോകുന്നു. കാരണം താങ്കൾ പറഞ്ഞ ഈ ഉത്തരം തെറ്റാണ് എന്ന് പറയാനാവില്ല. ഉത്തരം ശരിയാണ്. നീ ആള് സൂപ്പറേ. എനിക്ക് അറിയാത്തൊരു വിഷയം ഫിസിക്സ് മാത്രമാണ്, ബാക്കി എല്ലാം അറിയാം അല്ലേ? കറക്റ്റ് അല്ലേ? ഫിസിക്സാ പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാ 1.609 കിലോമീറ്റർ ആണ്. അപ്പൊ എന്തായാലും ഉത്തരം ശരിയായി. ഇപ്പൊ എത്ര ആയിരുന്നു? 80,000 രൂപയായി. പൈസ ഇല്ല എന്ന് നിലവിളിച്ചപ്പോൾ കേട്ടോ. ഇനി 1 ലക്ഷത്തിലേക്ക് കടക്കുന്നത്. ആദ്യമായിട്ട് വിതുരയിലെ മഹാപ്രതിഭ ലക്ഷാധിപതിയാകാൻ പോകുന്നു. 1 ലക്ഷം രൂപയുടെ മത്സരത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ലെവല് മാറട്ടെ. ഇനിയും പോകും. പിന്നെ ഇത് പൊങ്ങി അങ്ങ് റൂഫിൽ മുട്ടും. നീ 1 കോടി അടിച്ചെടുത്താലുണ്ടല്ലോ, നിന്റെ തല റൂഫിൽ മുട്ടും. ഇങ്ങനത്തെ ചോദ്യം കോമഡി ആവും അല്ലേ? കോമഡി ആകട്ടെ നീ. ഓക്കെ, കോമഡി എന്ത് മാർക്കറ്റുള്ള സാധനമാണെന്ന് നിനക്കറിയാവോ? ശരിയാ. നമുക്ക് ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര
ഒരു കാര്യമില്ലല്ലോ. എളുപ്പമുള്ള പണി അല്ല. ഓക്കെ, ഇനി 1 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ബി സീരിയസ്. ലക്ഷാധിപതിയാകാനുള്ള അപൂർവമായ അവസരമാണ് അതെ. അഭിമന്യു തന്നെ തേടി വരുന്നത്. അപ്പൊ നമ്മൾ ലെവൽ 3 കുട്ടേട്ടാ. ലെവൽ 3. ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യം. അഭിമന്യു, ഇത് വളരെ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യണം. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 1 ലക്ഷത്തിൽ എത്ര പൂജ്യമുണ്ട്? 5 ഉണ്ടോ? ഫിസിക്സ് 5 ഉണ്ടോ? 5 ഉണ്ട്. ഇവൻ 5 ഇരുന്നോട്ട്, നമുക്ക് എന്താ പ്രശ്നം? ഒരു കാര്യം ചെയ്യാം. ചോദ്യം ഇതാണ്: രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ശ്രീപെരുമ്പത്തൂർ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ പോണ്ടിച്ചേരി, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി ആന്ധ്ര, ഓപ്ഷൻ ഡി കർണാടക. ശ്രീപെരുമ്പത്തൂർ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? 1991 മെയ് 21 തീയതി ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു. ശിവരശനും കൂട്ടരും വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയിലൂടെ രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടു. തനുവാണ് അത്. വളരെ അദ്ദേഹത്തിന്റെ ആ ദൃശ്യം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ മറന്നു പോകത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും സുന്ദരമായ ആകാര ഭംഗിയുള്ള ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് തനു നടന്നിടത്തിട്ട് ഒന്ന് കുനിഞ്ഞിട്ട് ബെൽറ്റ് ബോംബായിട്ട് തനു പൊട്ടിത്തെറിച്ചു. ഒരുപക്ഷെ ഈ ശ്രീലങ്കയിലെ തമിഴ് പോരാളികളായ വേലുപ്പിള്ള പ്രഭാകരൻ ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ നാശം തുടങ്ങിയത് ഈ കൊലപാതകത്തോടെയാണ്. അപ്പോ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ശ്രീപെരുമ്പത്തൂർ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? പോണ്ടിച്ചേരി, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, കർണാടക. സർ, ഓപ്ഷൻ ബി തമിഴ്നാട്. തമിഴ്നാട്. ശ്രീപെരുമ്പത്തൂർ തമിഴ്നാട്ടിലാണ്. ആണ്. ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ ആകാം. അല്ല സർ, ഉറപ്പാണ്. കാരണം തമിഴ് സിംഹള വംശജർക്ക് ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. മുഴുവൻ അറിയാവുന്ന. ശിവരശനെ എവിടെ വെച്ചാ പിടിച്ചത്? അപ്പോ ശിവരശനെ എവിടെ വെച്ചാണ് പിടിച്ചത് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. കർണാടകത്തിൽ വെച്ചാണ്, ഒരു ഒളിത്താവളത്തിൽ വെച്ചാണ് പിടിച്ചത്. പക്ഷേ അവിടെ ഒരു നമ്മൾ അറിയേണ്ട ഒരു ഇൻഫർമേഷൻ, ഈ ഇതിന്റെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു, കാർത്തികേയൻ എന്ന ആളിന്റെ നേതൃത്വത്തിൽ. അവിടെ അതിൽ മേജർ റിവ്യൂ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു മലയാളി സാന്നിധ്യം അതിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ഏറ്റവും വലിയ നിർഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവമാരെ ജീവനോട് പിടിക്കാൻ പറ്റും. അല്ല, പിന്നീട് അതിന്റെ ഭാഗത്ത് സിനിമ ഉണ്ടായി, മിഷൻ 90 ഡേയ്സ്. മമ്മൂട്ടി. നിനക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലേ? മമ്മൂട്ടി. ഓക്കെ ഓക്കെ. മമ്മൂട്ടി ഫാനാ. നീ മമ്മൂട്ടി ഫാനാണോ? ആ, മമ്മൂട്ടി ഓൾ ടൈം. ആണല്ലേ? മതിലുകളൊക്കെ കണ്ട ഇതല്ലേ. അപ്പോ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ശ്രീപെരുമ്പത്തൂർ തമിഴ്നാടിന്റെ ഭാഗമാണെന്നാണ് എന്താ പേരെന്നാ പറഞ്ഞേ? അഭിമന്യു ജാല എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ശ്രീപെരുമ്പത്തൂർ തമിഴ്നാട്ടിലാണ്, കാഞ്ചീപുരം ജില്ലയിലാണ് ശ്രീപെരുമ്പത്തൂർ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ശ്രീപെരുമ്പത്തൂർ അറിയപ്പെട്ടത് തന്നെ ഈ രാജീവ് ഗാന്ധി വധത്തിന് ശേഷമാണ്. അപ്പോ 1 ലക്ഷം രൂപയാണ് ശ്രീപെരുമ്പത്തൂർ തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലക്ഷാധിപതിയായിരിക്കുന്നു നിങ്ങൾ. ഒരു കൈയടി അറിയിക്കുന്നു. 1 ലക്ഷം രൂപ. അച്ഛാ, അഭിമാനിക്കൂ. അമ്മേ അതിന്റെ കൂടെ ചേരൂ. അഭിമാനിക്കുന്നു. നീ ഒന്ന് പറയടേ. എൻജോയ് അല്ലേ? എൻജോയ്. യു ഫാദർ ആൻഡ് മദർ എൻജോയ് എന്നാ പറയുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. നീ ഒരു ഫാദർ ആകുമ്പോ അനുഭവിച്ചോളൂ അല്ലേ? അല്ലേ? ഇവനോട് എന്താ ഒരു ഉപദേശം കൊടുക്കാനുള്ളത് അച്ഛന്? അവന് ഉപദേശം കൊടുത്തു കഴിഞ്ഞല്ലേ? കൊടുത്താണ് കൊണ്ടുവന്നത്. അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ആണോ? പറഞ്ഞിട്ടുണ്ടല്ലേ? ഞാൻ സ്റ്റഡി അല്ലേ? സ്റ്റഡി ആള് കുഴപ്പമില്ല. അപ്പൊ 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കും. എത്ര ലക്ഷം രൂപയാണെന്ന് അറിയാമോ ചോദ്യം? 2 ലക്ഷത്തിന് 2 lakhs rupees. 2 lakhs. ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് ഇല്ല. തല പെരുക്കോ കണ്ടാല്? മിക്കവാറും പെരുക്കോ. ഞങ്ങൾ അച്ഛനെ ഏൽപ്പിച്ചോളാം. ഡോണ്ട് വറി. മോണിറ്റർ. ചോദ്യം ഇതാണ്: ടൂർ ദ ഫ്രാൻസ് ഏത് കായിക ഇനത്തിലെ മത്സരമാണ്? 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ബി സീരിയസ്. അഭിമന്യു, ഇത് നിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ നിമിഷങ്ങളിലേക്ക് നീ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ എ പോളോ, ഓപ്ഷൻ ബി മോട്ടോർ റൈസിംഗ്, ഓപ്ഷൻ സി നീന്തൽ, ഓപ്ഷൻ ഡി സൈക്ലിംഗ്, ഓപ്ഷൻ ഇ കുതിരയോട്ടം. ടൂർ ദ ഫ്രാൻസ് ഏത് കായിക ഇനത്തിലെ മത്സരമാണ്? സർ, ഓപ്ഷൻ ഡി സൈക്ലിംഗ്. ഇരുപത്തൊന്ന് ഘട്ടങ്ങളായി 23 ദിവസം നടക്കുന്ന ഒരു മത്സരമാണ് ടൂർ ദ ഫ്രാൻസ്. അത് സൈക്ലിംഗ് ആണെന്നാണ് നീ പറഞ്ഞിരിക്കുന്നത്. 2 ലക്ഷം രൂപ വെറുതെ നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് പൂട്ടാമല്ലോ. പൂട്ടാം സാർ. എടേ, നീ ആരെയാടേ പൂട്ടുന്നത്? സൈക്ലിങ്ങിനെ. അപ്പോ അച്ഛന് ടെൻഷനായോ?
ടെൻഷനായി. അമ്മയ്ക്കോ? ടെൻഷനായി. ഫിസിക്സ് നിന്റെ രസതന്ത്രം എങ്ങനെയാ? ടെൻഷൻ ഉണ്ട്. കരയരുത് കേട്ടോ മൂന്നുപേരും. വളരെ ഒരു വേദനിപ്പിക്കുന്ന കാര്യം ഞാൻ പറയാൻ പോവാണ്. നിലവിളിക്കാതെ നോക്കണം. ആത്മനിയന്ത്രണം നമ്മൾ കൈവിടാൻ പാടില്ല. ഉത്തരം ശരിയാടേ. ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപയുടെ ഉത്തരം നീ പറഞ്ഞു കഴിഞ്ഞു. മിക്കവാറും എനിക്ക് തോന്നുന്നു നിന്നെ ഗുജറാത്തിൽ എന്റെ പൈസയിൽ അയക്കേണ്ടി വരില്ല ഇങ്ങനെയാണെങ്കിൽ. അത് പക്ഷെ പറഞ്ഞു പോയി. അത് ലോക്ക് ചെയ്താൽ ലോക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ മാറുന്നില്ല. അതെന്തായാലും സബർമതിയിൽ എത്തിയിരിക്കും. 2 ലക്ഷം രൂപ നിന്റെ കീശയിലായി. നീ ഒരു ലോകസത്യം ഈയിടെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. അതായത് നിന്റെ സ്വഭാവവുമായിട്ട് താതാത്മ്യമുള്ളത് പൂച്ചയ്ക്കാണ്. പൂച്ച എങ്ങനെ ഇവിടെ 4 കാലേ വീഴും? ആണോ? പൂച്ചയ്ക്ക് 100 തരം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയും. മിമിക്രിക്കാർ ഏറ്റവും കൂടുതൽ പൂച്ച അനുകരിക്കുന്നവരാണ്. നീ മിമിക്രി ഉണ്ടോ എന്റെ കയ്യില്? ഞാനേ കുഞ്ഞിലെ 4-5 നീ എല്ലാ നല്ല കാര്യങ്ങളും കുഞ്ഞിലെയാ ചെയ്തല്ലേ? അല്ല, ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എനിക്ക് മിമിക്രി പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ നമ്മൾ ഈ മിമിക്രി ചെയ്യുന്ന സമയത്തില്ലേ, നമ്മൾ ഏത് നടനെയാണ്, ഇപ്പോ സുരേഷ് ഗോപി ആയിരിക്കും നമ്മൾ അഭിനയിക്കുക. പക്ഷെ അവർക്ക് അവര് വിചാരിക്കും ഗോപകുമാറില്ലേ, MR ഗോപകുമാർ ഞാൻ സുരേഷ് ഗോപിയെ മിമിക്രി ചെയ്തിട്ട് അത് MR ഗോപകുമാർ ആണെന്ന് പ്രേക്ഷകർ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിമിക്രി വേദി വേണ്ട. പക്ഷെ എന്നാലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു കാര്യം, നമുക്കിനി എത്ര ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകേണ്ടത്? 3 ലക്ഷം രൂപയുടെ ചോദ്യം. മോണിറ്റർ ഇനി പറയുന്നവയിൽ ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന നഗരം ഏതാണ്? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ സിയോൾ, ഓപ്ഷൻ ബി സിഡ്നി, ഓപ്ഷൻ സി ബെർലിൻ, ഓപ്ഷൻ ഡി മിലാൻ, ഓപ്ഷൻ ഇ ഹോങ്കോങ്. ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന നഗരം ഏതാണെന്നാണ് ചോദ്യം. സാർ, ഈ ലോകത്തിലെ മിക്കവാറും ഉള്ള ഫാഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നുകിൽ ഫ്രാൻസിൽ അല്ലെങ്കിൽ ഇറ്റലിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി മിലാൻ. ഓപ്ഷൻ ഡി മിലാൻ. ആലോചിച്ച് പറഞ്ഞാണോ? അത്രയും ഉറപ്പാണ്. ഇത് ഞാൻ തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഫാഷൻ പ്രേമിയാണോ? ഒരു പരിധി വരെ. FTV കാണാറുണ്ടോ? FTV നിന്റെ ആ കള്ളച്ചിരി കണ്ടപ്പോഴേ നീ ഇരുന്ന് കൃത്യമായിട്ട് കാണുന്നു. FTV നമ്മളിപ്പോ തുടക്കത്തിലൊക്കെ കാണുമായിരുന്നു. കുഴപ്പമില്ലാണ്ട് നല്ല വിജ്ഞാനപ്രദമായ പരിപാടികൾ അതിലുള്ളത് അല്ലേ? കുഴപ്പമില്ലാണ്ട് ചിലതൊക്കെ. ബാക്കിയൊന്നും അത്ര രസമില്ല. പോരാ. പക്ഷേ നിന്റെ റേഞ്ച് മാറി. ഇപ്പൊ FTV കൊണ്ട് നിനക്ക് പറ്റത്തില്ല. ഇല്ല. ഫ്ലവേഴ്സ് പോലെ ഇരിക്കും FTV കണ്ടാൽ. ഫ്ലവേഴ്സ് അടിപൊളിയല്ലേ? നീ ഇങ്ങോട്ടൊരു ഒരു പ്രശംസ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഒരു പ്രശംസ പറയാം. നീ പറഞ്ഞ ഉത്തരവ് ശരിയാണ്. ഓപ്ഷൻ ഡി. ഇനിയിപ്പോ വളരെ സൂക്ഷിക്കണം. BP എങ്ങനെയാ ഒന്ന് നോക്കിയാലോ? ഹാർട്ട് ബീറ്റ്. 1 പറഞ്ഞു. 2 പറഞ്ഞില്ലേ? 107 അല്ലേ? 105 ആയില്ലേ? അപ്പൊ കുറഞ്ഞു. ഇപ്പൊ നീ റിലാക്സ്ഡ് ആണ്. നീ ഇപ്പോൾ ആരെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഒന്നും പെൺകുട്ടിയല്ലല്ലോ. ഞാൻ പെൺകുട്ടികൾ ആലോചിക്കാറില്ല. ഇല്ല. എപ്പോഴാണ് നീ നല്ല സ്വഭാവമായത്? ഞാൻ ഇവിടെ വന്ന് സാറിന്റെ അടുത്ത് സംസാരിച്ചു. അതോ അച്ഛൻ ഇപ്പുറത്തിരിക്കുന്നുള്ള ഒരു ചോദ്യം കാണാം. അച്ഛൻ പാവം അല്ലേ? പക്ഷെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാര്യം എന്താ അറിയോ? അതായത് ഈ മഴയും മഞ്ഞും ഒക്കെ ഉള്ള പുലരിയിലൊക്കെ റബ്ബർ മരങ്ങളുടെ കീഴിൽ പോയി ഈ പ്രകൃതിയൊക്കെ അവഗണിച്ച് റബ്ബർ ടാപ്പ് ചെയ്ത് 400 രൂപ ഈ കോവിഡ് കാലത്ത് ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിച്ചുയർത്തുന്നു. സല്യൂട്ട്. വളരെ ബുദ്ധിമുട്ടി കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കുട്ടികൾക്ക് അത് ഓർമ്മ വേണം. വഴി നടക്കുമ്പോൾ നീ കുട്ടിയായിട്ട് തന്നെ ജീവിക്കണം. അത്യാവശ്യം വെമ്പിളരെ കണ്ട നോക്കിയൊക്കെ നീ മുന്നോട്ട് പോക്കണം. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിനക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിൽ എത്തിയിട്ട് ഒരു ദിവസം മടങ്ങി വരണം. ഇതിലെ പോയിട്ട് പക്ഷെ അച്ഛൻ റബ്ബർ ടാപ്പിംഗ് നിർത്തി വന്നാലും ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യും. ഇവന്റെ ഔദാര്യത്തിൽ നമുക്ക് വേണ്ട. അമിതാഭ് ബച്ചന്റെ തീരെ അത് തന്നെയാണ്. പിള്ളേരൊക്കെ വളർന്നു, എന്നാലും ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന പറഞ്ഞു. നിനക്ക് ടാപ്പിംഗ് അറിയാമോ? ടാപ്പിംഗ് അറിയില്ല. പാലെടുക്കും. ടാപ്പിംഗ് കൊണ്ട് പഠിക്കാൻ എന്താ? ടാപ്പ് ചെയ്യാതെ പാലെടുക്കൂ. നാട്ടുകാർ റബ്ബർ മരം തരൂ. അച്ഛൻ ടാപ്പ് ചെയ്തിട്ട് ഞങ്ങള് ഇടയ്ക്ക്. എനിക്ക് മടിയാണ്. പക്ഷെ മടി എന്ന് പറയാൻ ജോലി ചെയ്യാനായിട്ടുള്ള മടിയല്ല. നിനക്ക് എണ്ണീക്കാൻ വയ്യ. എന്തിനാ എഴുന്നേക്കുന്നത് രാവിലെ? അതാണ് സാധാരണ അമ്മ എങ്ങനെ അവനെ വിളിച്ചോണത്തു? എങ്ങനെ എന്താ ചെയ്യാ സാറിന്? എന്നാലും തിരിഞ്ഞം കിടക്കുമായിരിക്കും. ഡാ പരുവത്തിൽ അങ്ങ് അല്ലേ? പാവല്ലേ സാറേ, ജീവിക്കട്ടെ. ഇനി പാവൊന്നുമല്ലേ? 3 ലക്ഷം രൂപ. നീ ആള്, ഞാൻ വിചാരിച്ചു നീ ഒരു സംഭവം തന്നെയാ. നിന്റെ രസതന്ത്രം ഇപ്പോഴും എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഇനി 12ാമത്തെ ചോദ്യമാണ്. അപ്പൊ ഇനി ബാക്കി 8 ചോദ്യങ്ങളൂടെ കഴിഞ്ഞാൽ നീ 1 കോടിയിലെത്തി.
വിതുരയിൽ നിന്ന് ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ആദ്യമായിട്ട് കോടികൾ സ്വന്തമാക്കി, 1 കോടിയുള്ളൂ കേട്ടോ, കോടി സ്വന്തമാക്കിയ വിതുരയുടെ രോമാഞ്ചം. അന്ന് അനൗൺസ് ചെയ്യുന്ന ആള് തകർന്നു പോകും കേട്ടോ. എന്തൊക്കെ പറയും. ഞാൻ വരാം, ഞാൻ ഉറപ്പ് പറയുന്നു. നീ ഇന്ന് ഈ മത്സരത്തിൽ 1 കോടി അടിച്ചെടുത്താൽ വിതുരയിൽ നിനക്ക് തരുന്ന സ്വീകരണത്തിന് ഞാനായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വിതുരയിലെ മണൽത്തരികളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ മകൻ 1 കോടി കവർന്നിരിക്കുന്നു. ആദ്യമായി ഇടയ്ക്ക് വെള്ളമൊക്കെ തരൂടെ. ഞാൻ എന്തായാലും വരാണെങ്കിൽ ഇപ്പൊ അല്ലെങ്കിലും വരണം കേട്ടോ. ഞാൻ വീട്ടില് വീട്ടിൽ വരണം. ചായ കുടിക്കാം. സൂപ്പറാണ്. സൂപ്പറാണ്. 2 അനിയത്തി വരെ അന്വേഷിച്ചു പറഞ്ഞു. മക്കളെ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കൂടെ വേണ്ടി കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി എത്രയിലേക്ക് നമ്മൾ കിടക്കുന്നത്? 5 ലക്ഷം രൂപ. എന്തുകൂടെ മുടി വലത്തോട്ട് ഒതുക്കിയിരിക്കുന്നത്? ഞാൻ ഇപ്പോഴല്ലേ കണ്ടത്. എന്താ ചെയ്യാ, മുടി ഇല്ല, അതാണ് സത്യം. വലത്തോട്ട് ഒതുക്കിയിരിക്കുന്നത്. ഇത് പെയിന്റ് അടിച്ചു വെച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുക. നീ അത് ഇങ്ങോട്ട് ഇനി ഒന്ന് ഒതുക്കട്ടെ. നീ എന്തൊരു മനുഷ്യനടി, ഒരു ബോധമില്ലാത്തവനാണ്. എന്റെ ജീവിതം എന്റെ ജീവിതം നാശക്കോടാലിയായി. ഓക്കെ, അതാ ഇപ്പൊ സംഭവിച്ചു. എത്ര ലക്ഷത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇനി? നമ്മൾ 5 ലക്ഷം. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, എന്താണ് പോർട്ട് ഹോൾ? ഓപ്ഷൻ എ, 5 ഓപ്ഷൻസ് ഉണ്ട്. സൂക്ഷിച്ച് ഇനി ആലോചിച്ച് ഒരു ചുവട് വയ്ക്കുമ്പോഴും ഒരുപാട് ആലോചന വേണ്ടിയിരിക്കുന്നു. ഓപ്ഷൻ എ, അഗ്നിപർവ്വത മുഖം. ഓപ്ഷൻ ബി, വാൽ നക്ഷത്രങ്ങളിലെ ഗർത്തം. ഓപ്ഷൻ സി, ചന്ദ്രനിലെ ഗർത്തം. ഓപ്ഷൻ ഡി, ഓസോൺ പാളിയിലെ വിള്ളൽ. ഓപ്ഷൻ ഇ, റോഡിലെ കുഴി. ഏതാണ് അല്ലെങ്കിൽ എന്താണ് പോർട്ട് ഹോൾ? എന്റെ പിടിവള്ളി മാത്രമേ ഉള്ളൂ. ആ പിടിവള്ളിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മണി ഷെയർ ആണ്. അതായത് നമുക്ക് 2 ശരി ഉത്തരത്തിൽ ഈ പൈസ പകുത്തു വയ്ക്കാം. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ ഏതാന്ന് വെച്ചാൽ കിട്ടുവാണെങ്കിൽ പൈസ എടുത്ത് സ്ഥലം വിടാം. പിന്നെ വിതിരെ ചെന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. വളരെ ആലോചിച്ച് വേണം ഉത്തരം പറയാൻ. കാരണം നിന്നെപ്പോലെ ഒരു മിടുക്കനായ വിദ്യാർത്ഥി ഇവിടെ മൂക്കിടിച്ച് വീഴാൻ പാടില്ല. എന്താണ് പോർട്ട് ഹോൾ? ഇതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? ഞാനിത് കേട്ടിട്ടുണ്ട്. എനിക്ക് അതാണ് പ്രശ്നം. നിനക്കൊരു കാര്യം പ്രവചിക്കാൻ പറ്റുമോ? നമ്മുടെ മലപ്പുറത്ത് വന്ന സുഹൃത്തിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് പറയാൻ പറ്റുമോ? അവന്റെ മനസ്സിലിപ്പോ ഉത്തരം പറയാൻ പാടില്ല. അവന്റെ മനസ്സിൽ സങ്കല്പിക്കുന്നു. അവന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിയാം. എന്താണത്? ഞാൻ ക്വിറ്റ് ചെയ്യണമെന്നായിരിക്കും. അങ്ങനെ പറയുന്നുണ്ടാവും. നമുക്ക് ഇതിന്റെ കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കാം. അതെന്താ ഇപ്പൊ ഓർത്തെന്ന് വെച്ചാൽ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചേക്കാം, സേവ് ചെയ്തേക്കണേ. ഓക്കെ. അഭിമന്യു, സൂക്ഷിച്ചുത്തരം പറയണം. ഉറപ്പ്. കാര്യം വില നിലവാരമുള്ള ചോദ്യമാണ്. ആ ഉത്തരത്തിന് മൂല്യം കൂടണം. ഒന്നാലോചിച്ചോളൂ, ഒന്നാലോചിച്ച് നോക്കൂ. പോർട്ട് ഹോൾ എന്നത് അഗ്നിപർവ്വത മുഖമാണോ, വാൽ നക്ഷത്രങ്ങളിലെ ഗർത്തമാണോ, ചന്ദ്രനിലെ ഗർത്തമാണോ, ഓസോൺ പാളിയിലെ വിള്ളലാണോ, റോഡിലെ കുഴിയാണോ? സാർ, ഓപ്ഷൻ ഡി, ഓസോൺ പാളിയിലെ വിള്ളൽ. കിട്ടിയോ? അപ്പൊ എത്ര ബാക്കിയാണ്? 1.5. ആ 1.5 കൊണ്ട് എന്തോ ചെയ്യും? അച്ഛനെ ഏൽപ്പിക്കാം. അച്ഛനെ ലോക്ക് ചെയ്തു പൂട്ടിയോ? എനിക്ക് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ ആരെയും കൺസിഡർ ചെയ്യണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മുന്നോട്ട് പോയനെ. പക്ഷെ അതെന്താ, നിനക്ക് ആരെയും ഇവിടെ കൺസിഡർ ചെയ്യണ്ട? എന്നെ കൺസിഡർ ചെയ്യണോ? അല്ല സാറിനല്ല, എനിക്ക് എന്റെ കൂടെ വന്നവരെ, പിന്നെ വീട്ടുകാര്. കൂടെ ഒന്നും ഇതിലില്ല. മത്സരത്തിൽ ഞാനും നീ മാത്രമേ ഉള്ളൂ. ഈ പോരാട്ടത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ മനസ്സ് ക്വിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഇത് കാണുന്ന ആൾക്കാർ 1,50,400 കൊണ്ട് ഭാവിച്ചാൽ എത്ര ദിവസമായിരിക്കും അറിയാം? ഒരുപാട് ദിവസം. അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛന്റെ ഒരുപാട് ദിവസം അധ്വാനമാണ്. ഒരുപാട് ദിവസം നമുക്ക് ചെലവുകൾ നടന്നു പോകും വീട്ടിലെ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്റെ പേഴ്സണലി ഉള്ളിൽ നിന്ന് ഹാപ്പി അല്ലെങ്കിലും നേടിയാൽ 5 ലക്ഷമായിരിക്കും. ഓക്കെ, നമ്മൾ പൂട്ടിക്കഴിഞ്ഞല്ലോ. നമ്മളിനി പൂട്ടിക്കഴിഞ്ഞു. ഡേ രസതന്ത്രം, താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു? ക്വിറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. നിന്റെ റിയൽ ഫ്രണ്ട് അടയാൾ. കാരണം എന്താ അറിയോ? നീ മനസ്സിൽ കണ്ടു, അവൻ മാനത്ത് കണ്ടു. ഇതിരുടെ മാനത്ത് അല്ലേ? അപ്പൊ അച്ഛനും അത് തന്നെയാണോ ആലോചിച്ച് പിൻവാങ്ങാനായിരുന്നോ? അതെ, അവന്റെ തീരുമാനം അന്തിമം. ഇവനെ അവസാനമായപ്പോ ഒരു ധൈര്യം ചോർന്നോ? ചോർന്നിട്ടില്ല, കുറച്ച് ചോർന്ന പോലെ. ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലോ? ഹാർട്ട് ബീറ്റ്. മോശമല്ല, മാർക്കറ്റ് കൊള്ളാം. അപ്പോ 1.5 ലക്ഷം രൂപ കൊണ്ട് താങ്കൾ പിൻവാങ്ങാൻ തീരുമാനിക്കുന്നു. വിക്ടോറിയ കോളേജിൽ ചെന്നിറങ്ങുമ്പോൾ കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ള എന്തായിരിക്കും? ഞാൻ കുറെ കമ്പനിക്കാരുണ്ട് വിക്ടോറിയയില്. കൂടുതൽ പേരും ചോദിക്കുക നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നായിരിക്കും. ആ പെൺകുട്ടി എന്തായിരിക്കും ചോദിക്കുക?
പെൺകുട്ടി ചോദിക്കാ എന്തിരുന്നു മനുഷ്യൻ ഇല്ല, അങ്ങനെ ചോദിക്കില്ല. നല്ല ബെസ്റ്റ് പയ്യൻ എന്ന് പറയും. നന്നായി വാചോടിക്കുന്ന കുട്ടിയാണോ അത്? ആ, നല്ല നന്നായിട്ട് നന്നായിട്ട് സംസാരിക്കും. സംസാരിക്കും. നിനക്ക് മാത്രം തോന്നിയാണോ മറ്റുള്ളവരും തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഞാനാണല്ലോ പറയല, അപ്പൊ എനിക്ക് നല്ല രീതിയിൽ തോന്നി. നീയാണോ എന്റെ ജഡ്ജ്? അല്ല, അത് പുറത്തുള്ള ജഡ്ജി ആയിട്ട് അല്ല, അല്ലാണ്ട് സംസാരിക്കും, മൊത്തം സംസാരിക്കും. അല്ലേ? അപ്പൊ 4 ചീത്ത നിനക്ക് വരും. ആ, കുഴപ്പമില്ല, സീനില്ല. അപ്പൊ ഇനി ഒരു ഉത്തരം പറയും, എനിക്കൊരു ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഓപ്ഷൻ ബി, വാൽനക്ഷത്രത്തിലെ ഗർത്തം. ഇതാ കിടക്കുന്നത് വാൽനക്ഷത്രങ്ങളെ ഗർത്തം. റോഡിലെ കുഴിയാണ് മനുഷ്യ. പോട്ട് ഹോൾ എന്നറിയപ്പെടുന്നത് റോഡിലെ കുഴിയാണ്. ഓപ്ഷൻ ഇ ആണ് ശരി. പോട്ട് ഹോൾ. ഗട്ടർ എന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ്. ശരിക്കും റോഡിലെ കുഴിയാണ് പോട്ട് ഹോൾ എന്ന് പറയുന്നത്. ഗട്ടർ ഓടയാണ്. അപ്പൊ റോഡിലെ കുഴിയാണ് ശരി ഉത്തരം. ഞാൻ അത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി 4 ഇട്ടിട്ട് നീ വിചാരിച്ച് റോഡിലെ കുഴി നിന്നെ കളിയാക്കായിട്ടേക്ക് വന്നു അല്ലേ? ആ, അതാണ്. കുഴപ്പമില്ല. അപ്പൊ ആ പെൺകുട്ടിയുടെ തെറി വിളിക്ക് സ്കോപ്പ് ഉണ്ട് അല്ലേ? വിളിക്കൂല. ആ, ഇനിയിപ്പോ ജീവിതത്തിൽ പോട്ട് ഹോൾ മറന്നു പോകത്തില്ലല്ലോ. നമ്മളിപ്പോ എപ്പോഴും കാണും ഇങ്ങനെ ഓരോ പോട്ട് ഹോള്. പക്ഷേ 1.5 ലക്ഷം രൂപ കൊണ്ട് മടങ്ങി പോകുന്നു. നോട്ട് ബാഡ്. അപ്പൊ ഈ 1.5 ലക്ഷം പകുത്ത് അച്ഛന് ഉള്ളു കൊടുക്കുവോ? അത് മൊത്തം കൊടുക്കുമല്ലേ? ഞാനിത് ഒരു രസത്തിൽ സ്നേഹമുള്ള സിംഹമാണ് കേട്ടോ. ഞാൻ കാണാൻ പറ്റുമോ? ആ, നിന്റെ അച്ഛനെ കുറിച്ച് ഏറ്റവും അഭിമാനിക്കുന്ന കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനിച്ചതിന് ശേഷമാണ് അച്ഛൻ നന്നായെന്ന് പറഞ്ഞില്ലേ? അത് അച്ഛന് വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരുമോ? അല്ല, അതുവരെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഒരാളിന് പേഴ്സണലി ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് ജീവിച്ചു പോയ ഒരാളാണ്. പക്ഷെ ഞാൻ ഉണ്ടായതിനു ശേഷം മൂപ്പര് അടിപൊളിയായി. നീ ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത്? അവിട്ടം. ആയിരത്തും വരണ്ട. സാറാ വിട്ടാണ്. ഞാൻ എന്റെ തലേന്ന് ജനിച്ചായിരുന്നു. തിരുവോണം. നീ ഒന്നും വിശ്വസിച്ചുകൊണ്ട് പോരുത് കേട്ടോ. എനിക്ക് ഇതിലെങ്കിലും വിശ്വാസമൊന്നും. എനിക്ക് തീരെ വിശ്വാസമില്ല. ഒരു കാര്യം ചെയ്യാം, എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ, വിക്ടോറിയ കോളേജിലെ കുട്ടികൾക്ക് അഭിമാനിക്കാം. നല്ല വാശിയേറിയ പോരാട്ടമായിരുന്നു. മാത്രമല്ല മിടുക്കിന്റെ എല്ലാ പ്രതലവും അവൻ പുറത്തെടുത്തു. നിനക്ക് മിടുക്കിന്റെ ഒരു കടുക്കിന് വേണ്ടി ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് അയക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് താഴത്ത് പോയാലേ ഈ 1.5 ലക്ഷം തരാൻ പറ്റും. താഴത്തേക്ക് പോവാലോ? ഓക്കെ, കുട്ടേട്ടാ. ലെവൽ 1. അഭിമന്യു ജാലയും കൂടെ ഉണ്ടല്ലോ കൂടെ. അഭിമന്യു ജാല അച്ഛനോട് ചോദിക്കാം. അച്ഛൻ എന്താ തോന്നുന്നത്? ഇപ്പം പുള്ളി പിന്മാറി 1.5 ലക്ഷം രൂപ കിട്ടാൻ പോകുന്നു. സാർ, ഉചിതമായ തീരുമാനം. പിന്നെ ഇതുവരെ ഈ ഫ്ലോറിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ, ഇവിടെ ഇരിക്കാനുള്ള അവസരം കിട്ടിയതിൽ അതിലും സന്തോഷമുണ്ട്. ഒരു ആഗ്രഹമുണ്ട്, അവനെ കൊണ്ട് ഒരു കവിത ചൊല്ലിക്കണം ഈ ഫ്ലോറിൽ വെച്ച്. അതാണ് മകന്റെ കാര്യത്തിൽ ഈ ഫ്ലോറിൽ വന്നപ്പോൾ ഏക ആഗ്രഹം. അതെ, ഡൺ. അമ്മയുടെ ഒരു കാര്യം ചോദിച്ചിട്ട്, അമ്മ മകൻ 1.5 ലക്ഷം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്താ സന്തോഷം തോന്നുന്നു? സന്തോഷം. ഈ മകനെ കുറിച്ച് ഓർക്കുമ്പോ അമ്മയുടെ സന്തോഷം എന്താണ്? 3 പേരെ കൊണ്ട് എനിക്ക് അഭിമാനം തന്നെ. നാട്ടുകാർക്ക് ഇഷ്ടമാണോ ഇവനെ? എല്ലാവർക്കും ഭയങ്കര വേണ്ടപ്പെട്ട ആള്. അമ്മ പാലക്കാട് ഹോസ്റ്റലിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഒന്ന് ഇടക്കിടക്ക് പോകണം കേട്ടോ. പോയിട്ടൊന്ന് അന്വേഷിക്കണം. ഇവൻ IAS കളക്ടർ ആവുന്നൊക്കെ ഞാൻ ചുമ്മാ അനൗൺസ് ചെയ്തിരിക്കുക. അവസാനം നാട്ടുകാർ എന്റെ വീട് അടിക്കില്ലേ. അപ്പൊ നമുക്ക് ഇനി കവിതയിലേക്ക് കിടക്കാം. ആരുടെ കവിതയാണ് പാടാൻ പോകുന്നത്? സാറിന് വേണ്ടിട്ട്. അച്ഛന് വേണ്ടിയാ? അച്ഛന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് സാറിനൂടെ ഡെഡിക്കേറ്റഡ് ആണ്. കാരണം സാറ് നേരത്തെ പറഞ്ഞു സാറ് പ്രേമിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ അതെ തന്നെ പ്രേമിച്ച. അപ്പോ അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന് പറയുന്ന ഒരു കവിത, അത് ചൊല്ലാം. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. നീ രാത്രി തൻ ജനനി, നീ മൃത്യുതൻ കമനി, നീ പുണ്യപാപ പരിഹാരം. നരവന്നു മൂടിയ ശിരസിൽ മനസ്സിൽ നരനായൊരോർമ്മ വിളറുന്നു. നരകങ്ങളെങ്ങെന്റെ സ്വർഗങ്ങളെങ്ങവകൾ തിരയുന്നു, നീ തന്നെ സന്ധ്യേ, അവകൾ തിരയുന്നു, നീ തന്നെ സന്ധ്യേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ സംശയിക്കൂ? ഇല്ല. നീ ഒരു പ്രസ്ഥാനം.
നീ കേട്ടോ, നീ കവിത ആലപിച്ചത് ഗംഭീരമായി. മാത്രമല്ല അയ്യപ്പണിക്ക സാറിന്റെ ഈ കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചില സിനിമയിലൊക്കെ ചേർത്തിട്ടുണ്ട്. ലെനിൻ രാജേന്ദ്രൻ ചെയ്തൊരു സിനിമയിൽ ഈ കവിത എടുത്ത് ചേർത്തിട്ടുണ്ട്. വേനൽ എന്നാണെന്ന് എന്റെ ഓർമ്മ. അതുകൊണ്ട് ഈ കവിത വളരെ പോപ്പുലറാണ്. ഒരു സിനിമാ പാട്ട് പോലൊക്കെ ആളുകൾക്ക് അറിയാം. അപ്പൊ അതിനുശേഷം ഇത് ഏറ്റവും നന്നായി ചൊല്ലുന്നത് ഞാൻ കേട്ടത് നിന്നിൽ. താങ്ക് യു, സന്തോഷം. അപ്പൊ എന്തായാലും ഗംഭീരമായി നിന്നെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എനിക്കും നിന്നിലൊരു അഭിമാനമുണ്ട്. കാര്യം ഇങ്ങനെയുള്ള അടിപൊളി പിള്ളേരെ എനിക്കിഷ്ടം. വല്ലരെ ഏറാമുളിയാട്ടെ താരേ എന്ന് പറഞ്ഞ് വരുന്ന പാർട്ടികളൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഹാപ്പിനെസ് എന്നല്ല, എന്താടാ പേര് എന്ന് വെച്ചാൽ നിനക്കൊന്ന് അറിയണ്ടെന്നോടാ എന്ന് പറയുന്ന അത് തന്നെ പ്രശ്നം അല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആദ്യം ആചോടിക്കാതെ ചെക്ക് തരാൻ പറയുന്ന നിന്റെ മുഖഭാവം എനിക്ക് മനസ്സിലാകുന്നു. 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിടുകയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്താലോ, അങ്ങോട്ട് വന്നാൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം അഭിമന്യു ജാലയ്ക്ക് 1.5 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പം ഈ ചെക്ക് ഈ 1.5 ലക്ഷം രൂപയ്ക്കുണ്ടല്ലോ ഒരുപാട് വിലയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഈ ചെക്കിനെ കാണുന്നത് ഈ ഡിവൈഡഡ് ബൈ 400 അച്ഛൻ ഒരു ദിവസം കിട്ടുന്ന ടാപ്പ് ചെയ്താൽ കിട്ടുന്ന 375 ദിവസം കിട്ടുന്ന 400 രൂപയാണ് ഈ 1.5 ലക്ഷം രൂപ. അതുകൊണ്ട് ഇതിന് വലിയ വിലയുണ്ട്. വലിയ വിലയുണ്ട്. നീ വേണമെങ്കിൽ പൂജ്യം എണ്ണി നോക്കണോ, കളിപ്പിക്കട്ടെ. എനിക്ക് ഫ്ലവേഴ്സിൽ വിശ്വാസം. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു അഭിമന്യു ജാല ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ് 1 കോടി. ഇനി ഫ്രഷ് ടു ഹോം നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ. ഇത് വണ്ടിക്കൂലിക്കാ. തിരുവനന്തപുരത്ത് നിന്ന് വിതരയ്ക്ക് പോകാൻ വേണ്ടി സിറ്റി സർവീസിൽ കയറാനുള്ള പൈസ ഇവിടുന്ന് കിട്ടും. അപ്പൊ വളരെ സന്തോഷം അഭിമന്യു, പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പം അതിശക്തമായി നീങ്ങുക. നീ സിവിൽ സർവീസിന്റെ വരാന്തയിൽ ചെന്നിട്ട് എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഈ പരാജിതന്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ വീണ്ടും നിന്നെ തേടി വരും. അപ്പൊ വിജയിച്ച് കൊടിവെച്ച കാറിൽ നീ വിദൂരയിലൂടെ പറക്കൂ. ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുന്നു. അന്ന് നിന്റെ ഒരു അഭിമുഖം എടുക്കാൻ ഞാനും എന്റെ സംഘവും വിദൂരയിലുണ്ടാകും. ഇതാണ് നിന്റെ വഴി. വിദുരയിലെ ഒരു അമ്മയുടെയും അച്ഛന്റെയും കിനാവാണ് അഭിമന്യു. അതുകൊണ്ട് തന്നെ അഭിമന്യുവിന് ഈ വിജ്ഞാനത്തിന്റെ വേദിയിൽ നിന്നൊരു പാഠം ലഭിച്ചു കാണും. കഠിനാധ്വാനം ചെയ്താൽ സിവിൽ സർവീസ് അല്ല, അതിന്റെ അപ്പുറത്തെ സർവീസിലും എത്തിച്ചേരാം എന്ന്. അഭിമന്യുവിന് ആശംസകൾ. ഇനി നമ്മുടെ ചോദ്യപുസ്തകം തൽക്കാലം ഇവിടെ അടയ്ക്കുന്നു. അടുത്ത ദിവസം പുതിയ ചോദ്യങ്ങളും പുതിയ മത്സരാർത്ഥികളും പുതിയ ഉത്തരങ്ങളുമായി ഞാൻ വീണ്ടും വരും. നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.